എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അടുത്ത രാത്രി സമാഗതമായപ്പോൾ ഷഹ്റസാദ് മറ്റൊരു കഥ പറയാൻ തുടങ്ങി. പണ്ട് ഒരിടത്ത് ഉമർ എന്നു പേരായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. അയാൾക്ക് 3 പുത്രന്മാർ. സലീം ഒന്നാമൻ, സലീം രണ്ടാമൻ, ജൂദാർ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. പിതാവ് പുത്രന്മാരെ നല്ല രീതിയിൽ തന്നെ വളർത്തി. ഇളയ പുത്രനായ ജൂദാറിനോട് ഉമറിന് പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ മൂത്തവർ 2 പേരും ഇളയ സഹോദരനെ വെറുത്തു. ഈ വസ്തുത മനസ്സിലാക്കിയ ഉമർ തന്റെ മരണശേഷം ഇളയ മകന് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതി ന്യായാധിപനെയും മധ്യസ്ഥന്മാരെയും വിളിച്ച് തന്റെ സ്വത്തുക്കളെല്ലാം 4 ഭാഗിക്കാൻ പറഞ്ഞു. ഓരോ വീതം ഓരോ മക്കൾക്കായി കൊടുത്തു. ഒരു പങ്ക് അയാൾ കൈവശം വെച്ചു. എന്റെ മരണശേഷം ഇതെന്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ്, അയാൾ തീരുമാനിച്ചു. പക്ഷേ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ മൂത്ത 2 മക്കൾ ജൂദാറിന്റെ സ്വത്തിൽ നോട്ടമിട്ടു. അവർ പറഞ്ഞു, അച്ഛൻ നിനക്കാണ് കൂടുതൽ തന്നത്, ഇത് ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ജൂദാർ പരാതിയുമായി ന്യായാധിപനെയും സാക്ഷികളെയും സമീപിച്ചു. അന്യായമായ അവകാശവാദം ഉന്നയിക്കരുതെന്ന് അവർ മൂത്ത സഹോദരന്മാർക്ക് താക്കീത് നൽകി. എങ്കിലും കേസിനു വേണ്ടി കുറെ പണം ചെലവായി. എന്നിട്ടും സഹോദരന്മാർ ജൂദാറിനെതിരെയുള്ള ഗൂഢാലോചന തുടർന്നുകൊണ്ടേയിരുന്നു. വീണ്ടും കേസും വഴക്കുമായി. ഇരുകൂട്ടർക്കും പണച്ചെലവുണ്ടായി. ഇങ്ങനെ കേസും വഴക്കുമായി ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ നശിച്ചു. 3 പേർക്കും അഷ്ടിക്ക് വകയില്ലാതെയായി. ജൂദാറിന്റെ കൈവശം ഒന്നുമില്ലെന്നായപ്പോൾ സഹോദരന്മാർ അമ്മയെ ശല്യപ്പെടുത്താൻ തുടങ്ങി. അവർക്കുണ്ടായിരുന്നതെല്ലാം തട്ടിയെടുത്തു. അമ്മ ഇളയ മകനെ സമീപിച്ചു. ജൂദാർ അമ്മയെ ആശ്വസിപ്പിച്ചു. അമ്മ വിഷമിക്കരുത്, ദൈവം അവരോട് പകരം ചോദിച്ചുകൊള്ളും. അവൻ മത്സ്യം പിടിക്കുന്നതിനുള്ള ഒരു വല വാങ്ങി. നദികളിലും തടാകങ്ങളിലും ചെന്ന് മീൻ പിടിച്ച് വിറ്റ് കിട്ടുന്നതുകൊണ്ട് അമ്മയും മകനും സുഖമായി ജീവിച്ചു. അമ്മയുടെയും സഹോദരന്റെയും പക്കൽ നിന്ന് പിടിച്ചു പറിച്ചതെല്ലാം ചെലവായി കഴിഞ്ഞപ്പോൾ മൂത്ത പുത്രന്മാർ പട്ടിണിയായി. ഒരു തൊഴിലും അവർക്കറിയില്ല. അവർ രഹസ്യമായി അമ്മയെ സമീപിച്ചു. ജൂദാർ അറിയാതെ വല്ലപ്പോഴും അവർക്ക് അമ്മ ആഹാരം കൊടുത്തു. ഒരു ദിവസം അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ജൂദാർ അകത്തേക്ക് കടന്നു വന്നു. അമ്മയും സഹോദരന്മാരും നാണിച്ചു തലകുനിച്ചു. പക്ഷേ ജൂദാർ പറഞ്ഞു, ജ്യേഷ്ഠന്മാർ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഞങ്ങൾക്കും ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു, അവർ പറഞ്ഞു. കഴിഞ്ഞതെല്ലാം നീ മറക്കണം. പിശാചാണ് ഞങ്ങളെക്കൊണ്ട് അതെല്ലാം ചെയ്യിച്ചത്. അതെല്ലാം നമുക്ക് മറക്കാം. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായി ജീവിക്കാം. അടുത്ത പ്രഭാതത്തിൽ ജൂദാർ വലയുമായി മീൻ പിടിക്കാൻ പോയി. മറ്റുള്ളവർ ഉച്ചവരെ ചുറ്റി നടന്നിട്ട് ഉച്ചഭക്ഷണത്തിന് വീട്ടിലെത്തി. മത്സ്യം പിടിച്ച് വിറ്റുകിട്ടിയ പണത്തിന് മാംസവും പച്ചക്കറികളും മറ്റും വാങ്ങിക്കൊണ്ടാണ് ജൂദാർ എത്തിയത്. ഇങ്ങനെ 1 മാസത്തോളം ജൂദാറിന്റെ അധ്വാനഫലം മറ്റുള്ളവർ 3 പേരും ആസ്വദിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നദിയിൽ വലയെറിഞ്ഞ ജൂദാറിന് മീനൊന്നും കിട്ടിയില്ല. വീണ്ടും വല വീശിയെങ്കിലും ഒറ്റ മത്സ്യം പോലും വലയിൽ കുടുങ്ങിയില്ല. അവൻ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോയി. അവിടെയും ഒന്നും കിട്ടിയില്ല. നേരം ഇരുട്ടുന്നതുവരെ വല വീശിയെങ്കിലും നിരാശയായിരുന്നു ഫലം. മടങ്ങുമ്പോൾ അന്നു രാത്രി അമ്മയും സഹോദരന്മാരും പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ എന്നായിരുന്നു അവന്റെ ദുഃഖം. പതിവായി റൊട്ടി വാങ്ങുന്ന കടയുടെ മുന്നിൽ അവൻ നിന്നു. ജൂദാർ, എന്താണ് അവിടെ നിന്നു കളഞ്ഞത്? റൊട്ടി വേണ്ടേ? ഉടമസ്ഥൻ ചോദിച്ചു. അവൻ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ അയാൾ പറഞ്ഞു, പണമില്ലെന്ന് വെച്ച് മടിക്കണ്ട. ആവശ്യമുള്ളത് കൊണ്ടുപോയിക്കൊള്ളൂ. കാശ് പിന്നീട് തന്നാൽ മതി. എനിക്ക് 2 റൊട്ടി വേണം. ഈ വല ഇവിടെ ഇരിക്കട്ടെ. പണം കൊണ്ടുവന്നിട്ട് തിരിച്ചെടുക്കാം. ഏയ്, അതിന്റെ ആവശ്യമില്ല. എനിക്ക് പണയമൊന്നും വേണ്ട. ഇത് നിന്റെ ഉപജീവന മാർഗമാണ്. അത് ഞാൻ തട്ടിപ്പറിക്കുന്നത് ശരിയല്ല. ഇതാ, റൊട്ടിയും 10 ദർഹവുമുണ്ട്.
അത്യാവശ്യമുള്ള മറ്റു സാധനങ്ങൾ കൂടി വാങ്ങിച്ചുകൊള്ളൂ. ജൂദാർ അയാൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോയി. നാളെ ഈ കടം വീട്ടാൻ അള്ളാഹു എന്നെ സഹായിക്കും, അവൻ ആത്മഗതം ചെയ്തു. അന്നു രാത്രി ഭക്ഷണം കഴിച്ച് എല്ലാവരും ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ആഹാരമൊന്നും കഴിക്കാതെയാണ് അവൻ മീൻ പിടിക്കാൻ പോയത്. കുറേ നേരം ശ്രമിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടാതെ ദുഃഖിച്ചു നടന്ന അവന് അന്നും കടയുടമസ്ഥൻ റൊട്ടിയും പണവും കടം കൊടുത്തു. ഇന്നത്തെ കാര്യം നടക്കട്ടെ, ഇന്ന് കിട്ടാത്തത് നാളെ കിട്ടും, അയാൾ ആശ്വസിപ്പിച്ചു. നാളെ ഒന്നും കിട്ടിയില്ലെങ്കിലും എന്നോട് കടം ചോദിക്കാൻ മടിക്കരുത്. തുടർന്നുള്ള 7 ദിവസങ്ങളിലും വിധി ജൂദാറിനോട് കനിഞ്ഞില്ല. ശൂന്യമായ വലയുമായി അയാൾക്ക് മടങ്ങേണ്ടി വന്നു. ഇനി കാരൂൺ കായലിൽ ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അടുത്ത ദിവസം അവൻ അങ്ങോട്ട് പോയി. കെയ്റോയിൽ നിന്ന് വളരെ അകലെയല്ലായിരുന്നു കാരൂൺ. ജൂദാർ വല വീശാൻ തുടങ്ങിയപ്പോൾ ഒരു ജോനകൻ കോവർക്കഴുതപ്പുറത്ത് അവന്റെ നേരെ വന്നു. വളരെ മനോഹരമായൊരു വസ്ത്രമാണ് അയാൾ ധരിച്ചിരുന്നത്. അതിവിപുലമായ തലക്കെട്ടിനിടയ്ക്ക് ഒരു കണ്ണു മാത്രമേ പുറത്തു കണ്ടിരുന്നുള്ളൂ. യജമാനെ പോലെ വർണ്ണശബളമായ പട്ടുതുണികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായിരുന്നു കഴുതയും. അയാൾ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി ജൂദാറിനെ അഭിവാദ്യം ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യണം. ഞാൻ പറയുന്നതനുസരിച്ചാൽ നിനക്ക് പ്രയോജനമുണ്ടാകും. അങ്ങു പറയുന്നതെന്തും ഞാൻ അനുസരിക്കാം, ജൂദാർ പറഞ്ഞു. ആദ്യമായി ഖുറാനിലെ ആദ്യത്തെ അധ്യായം ചൊല്ലണം. ജൂദാർ അനുസരിച്ചു. അപ്പോൾ ആ അപരിചിതൻ അയാളുടെ സഞ്ചിയിൽ നിന്ന് ഏതാനും ചരടുകൾ എടുത്ത് ജൂദാറിന്റെ കയ്യിൽ കൊടുത്തു. ഉമറിന്റെ മകൻ ജൂദാർ, നിങ്ങൾ ഇതുകൊണ്ട് എന്റെ കൈകളെ പിറകിലാക്കി ബന്ധിക്കണം. എന്നിട്ട് എന്നെ ഈ കായലിലിടണം. അല്പം കഴിഞ്ഞ് ആദ്യം എന്റെ കൈയാണ് വെള്ളത്തിനു മുകളിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ വലയെറിഞ്ഞ് എന്നെ കരയിലേക്ക് കൊണ്ടുവരണം. നേരെ മറിച്ച് കാലാണ് ആദ്യം പുറത്തു കാണുന്നതെങ്കിൽ ഞാൻ മരിച്ചുപോയെന്ന് കരുതിയാൽ മതി. അപ്പോൾ ഈ കഴുതയും സഞ്ചിയുമായി കമ്പോളത്ത് ചെന്ന് ഷാമയ്യ എന്ന ജൂതനെ അന്വേഷിച്ചു കണ്ടുപിടിക്കണം. അയാൾ ഈ കഴുതയ്ക്ക് പകരമായി നിനക്ക് 100 ദിനാർ തരും. ഈ വിവരം നീ രഹസ്യമായി സൂക്ഷിച്ചാൽ മാത്രം മതി. അയാൾ പറഞ്ഞതനുസരിച്ച് ജൂദാർ ആ മനുഷ്യന്റെ കൈകൾ വരിഞ്ഞു മുറുക്കി കെട്ടി. എന്നിട്ട് തൂക്കിയെടുത്ത് വെള്ളത്തിലെറിഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജലനിരപ്പിന് മുകളിൽ 2 കാലുകൾ കാണായി. അയാൾ മരിച്ചുപോയെന്നുറപ്പിച്ച് കൂടുതൽ ഒന്നും ആലോചിക്കാതെ ജൂദാർ കമ്പോളത്തിൽ ചെന്ന് ജൂതനെ കണ്ടുപിടിച്ചു. കഴുതയെ കണ്ടപ്പോൾ തന്നെ ജൂതൻ വിളിച്ചു പറഞ്ഞു, ആ മനുഷ്യന്റെ കഥ കഴിഞ്ഞു, സംശയമില്ല. ദുരാഗ്രഹമാണ് അയാളുടെ മരണത്തിന് കാരണം. ജൂതൻ 100 ദിനാർ കൊടുത്തിട്ട് വിവരം രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ജൂദാറിനോട് ഉപദേശിച്ചു. ജൂദാർ കടയുടമസ്ഥന്റെ കടം വീട്ടി. പതിവിൽ കൂടുതൽ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങി വീട്ടിലെത്തി. വീട്ടിലുണ്ടായിരുന്നവർ ആർത്തിയോടെ അതെല്ലാം തിന്നു തീർത്തു. അടുത്ത ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ബാക്കിയുള്ള പണം ജൂദാർ അമ്മയെ ഏൽപ്പിച്ചു. സഹോദരന്മാർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. അന്നും കാരൂൺ കായലിൽ വലയെറിയുന്നതിനു മുമ്പ് രണ്ടാമതൊരു ജോനകൻ പ്രത്യക്ഷപ്പെട്ടു. തലേദിവസം വന്ന ജോനകന്റെ വസ്ത്രങ്ങളെക്കാൾ വിലപിടിച്ചവയായിരുന്നു അയാൾ അണിഞ്ഞിരുന്നത്. കോവർ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് അയാൾ ചോദിച്ചു, ഇന്നലെ നീ ഇവിടെ മീൻ പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ എന്നെപ്പോലെ ഒരാൾ ഇവിടെ വന്നിരുന്നോ? കൊലപാതകത്തിന് താൻ ഉത്തരവാദിയാകുമെന്ന് ഭയന്ന് താൻ ആരെയും കണ്ടിട്ടില്ലെന്ന് ജൂദാർ പറഞ്ഞു. അതുകേട്ട് ആഗതൻ ചിരിച്ചു. നീ കള്ളം പറയണ്ട, നടന്നതെല്ലാം എനിക്കറിയാം. നീ കായലിലെറിഞ്ഞ ആ മനുഷ്യൻ എന്റെ സഹോദരനായിരുന്നു. എല്ലാം അറിയാമെങ്കിൽ എന്നോട് ചോദിച്ചതെന്തിന് എന്നായി ജൂദാർ. എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. സഞ്ചിയിൽ നിന്ന് ചരടെടുത്തു കൊടുത്തിട്ട് തലേ ദിവസത്തെ പോലെ കയറുകൊണ്ട് കെട്ടി വെള്ളത്തിലെറിയാൻ അയാൾ പറഞ്ഞു. കാലാണ് ആദ്യം മുകളിൽ വരുന്നതെങ്കിൽ മരിച്ചുപോയെന്ന് കരുതുവാനും കഴുതയെ ജൂതന് വിറ്റ് 100 ദിനാർ വാങ്ങിക്കൊള്ളാനും അയാൾ ഉപദേശിച്ചു. ജൂദാർ അയാളുടെ കൈകൾ കെട്ടി വെള്ളത്തിലെറിഞ്ഞു. കാലുകൾ പുറത്തു കണ്ടതോടെ ജൂദാർ തന്നെത്താൻ പറഞ്ഞു, ഇയാളും തുലഞ്ഞു. അള്ളാഹു ദിവസേന ഓരോരുത്തരെ ഇങ്ങോട്ടയച്ചാൽ എനിക്ക് 100 ദിനാർ വീതം കിട്ടും. കഴുതയുമായി ജൂതനെ സമീപിച്ചപ്പോൾ അയാൾ പറഞ്ഞു, രണ്ടാമനും പോയി,
അത്യാഗ്രഹത്തിന്റെ ഫലം. അന്നും ജൂദാറിന് 100 ദിനാർ കിട്ടി. അവനത് അമ്മയെ ഏൽപ്പിച്ചു. മോനെ, നിനക്ക് ഇത്രയധികം പണം എവിടുന്നാണ്? അമ്മ ചോദിച്ചു. മകൻ സത്യം പറഞ്ഞു. അമ്മയ്ക്ക് ഭയമായി. ഇനി നീ അവിടെ മീൻ പിടിക്കാൻ പോകണ്ട. അവർ പറഞ്ഞിട്ടാണല്ലോ ഞാൻ അവരെ വെള്ളത്തിലെറിഞ്ഞത്. മീൻപിടുത്തം എന്റെ ഉപജീവനമാർഗമല്ലേ, അത് ഞാൻ ഉപേക്ഷിക്കില്ല. 100 ദിനാർ വീതം തരാമെന്ന് പറഞ്ഞാൽ എത്ര പേരെ വേണമെങ്കിലും വെള്ളത്തിലെറിയാനും തയ്യാർ എന്നായിരുന്നു മകന്റെ മറുപടി. 3-ാമത്തെ ദിവസം കായൽ തീരത്ത് ചെന്നപ്പോൾ ജൂദാർ മറ്റൊരു ജോനകനെ കണ്ടുമുട്ടി. അയാളും തന്റെ മുൻഗാമികളെപ്പോലെ മോടിയായി വസ്ത്രം ധരിച്ചിരുന്നു. അയാളുടെ കോവർക്കഴുതയുടെ ഇരുവശങ്ങളിലും ഓരോ വലിയ കണ്ണാടി ഭരണികൾ തൂക്കിയിട്ടിരുന്നു. ഉമറിന്റെ മകൻ ജൂദാർ, നിനക്ക് സ്വാഗതം, അയാൾ പറഞ്ഞു. ഉമർ പ്രത്യഭിവാദനം ചെയ്തു. ഇവരെല്ലാം എന്റെ പേര് എങ്ങനെ മനസ്സിലാക്കി എന്നയാൾ അത്ഭുതപ്പെട്ടു. എന്റെ മുൻഗാമികൾ ഇതുവഴി പോയിട്ടില്ലേ? അയാൾ ചോദിച്ചു. 2 പേർ പോയി, ജൂദാർ പറഞ്ഞു. എങ്ങോട്ടാണ് പോയത്? ഞാൻ അവരുടെ കൈകൾ കെട്ടി വെള്ളത്തിലിട്ടു. അവർ മുങ്ങി മരിച്ചു. നിങ്ങൾക്കും അതേ അന്ത്യമാണ് വേണ്ടതെങ്കിൽ ഞാൻ സഹായിക്കാം. അയാൾ ചിരിച്ചുകൊണ്ട് കഴുതപ്പുറത്തു നിന്നിറങ്ങി ജൂദാറിനെ അടുത്ത് വിളിച്ച് ചരടുകൊണ്ട് കൈകൾ കെട്ടാൻ പറഞ്ഞു. ജൂദാർ പതിവ് പോലെ അയാളെ ചുമന്നുകൊണ്ടുപോയി വെള്ളത്തിലെറിഞ്ഞു. കാലുകൾ പുറത്തു കണ്ടാലുടൻ കഴുതയുമായി സ്ഥലം വിടാമെന്ന് കരുതിയിരുന്ന ജൂദാറിനെ അമ്പരിപ്പിച്ചുകൊണ്ട് 2 കൈകൾ ജലനിരപ്പിന് മുകളിൽ കണ്ടു. തലയുയർത്തി അയാൾ വിളിച്ചു പറഞ്ഞു. വേഗം വല വീശി എന്നെ കരയിലെത്തിക്കണം. എനിക്ക് നീന്താൻ അറിഞ്ഞുകൂടാ. ജൂദാർ വലയെറിഞ്ഞ് അയാളെ വലിച്ചുകയറ്റി. അയാളുടെ ഓരോ കൈയിലും ഓരോ മത്സ്യമുണ്ടായിരുന്നു. കഴുതപ്പുറത്തെ ഭരണികളിൽ മത്സ്യങ്ങളെ ഇട്ട് ജൂദാറിന്റെ 2 കവിളുകളിലും ചുംബിച്ചിട്ട് അയാൾ പറഞ്ഞു. നീയാണ് എന്നെ രക്ഷിച്ചത്. നീയില്ലെങ്കിൽ ഈ മത്സ്യങ്ങളെ എനിക്ക് കിട്ടുകയില്ലായിരുന്നു. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എന്നെക്കൊണ്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും പ്രയോജനമുണ്ടായിട്ടുണ്ടെങ്കിൽ മരണമടഞ്ഞ നിങ്ങളുടെ സഹോദരന്മാരെക്കുറിച്ചും ഷാമയ്യ എന്ന ജൂതനെക്കുറിച്ചുമുള്ള യഥാർത്ഥ വിവരം എന്നോട് പറയണം. നിന്റെ ഊഹം ശരിയാണ്. നീ കായലിലെറിഞ്ഞ 2 പേരും എന്റെ സഹോദരന്മാർ തന്നെ. ഒരാൾ അബ്ദുൾ സലാം, മറ്റേയാൾ അബ്ദുൾ അഹാദ്. എന്റെ പേര് അബ്ദുൾ സമദ് എന്നാണ്. ജൂതനെന്ന് നീ പറഞ്ഞത് എന്റെ 4-ാമത്തെ സഹോദരൻ അബ്ദുൾ റഹീമാണ്. അയാൾ ജൂതനല്ല, മുസ്ലിമാണ്. ഞങ്ങളുടെ പിതാവ് അബ്ദുൾ വാഹൂദ് പ്രബലനായൊരു മാന്ത്രികനായിരുന്നു. എല്ലാ ഗൂഢശാസ്ത്രങ്ങളിലും പാണ്ഡിത്യം നേടിയ അദ്ദേഹം ഞങ്ങൾ 4 പേരെയും മായാജാലവും ആഭിചാരവും ഒക്കെ പഠിപ്പിച്ചു. ഭൂമിയുടെയും കടലിന്റെയും അഗാധതയിലുള്ള നിധികൾ പോലും ഞങ്ങൾക്ക് പ്രാപ്യമായി. ജിന്നുകളും ഭൂതങ്ങളും ഞങ്ങളുടെ ആജ്ഞ അനുസരിച്ചു. പിതാവ് മരിച്ചപ്പോൾ അദ്ദേഹം സമ്പാദിച്ചിരുന്ന വിപുലമായ സമ്പത്ത് പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമുണ്ടായില്ല. യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ കാര്യം നടന്നു. പക്ഷേ ചില ഗ്രന്ഥങ്ങളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി തർക്കമുണ്ടായി. അക്കൂട്ടത്തിൽ യുഗപുരാണം എന്നൊരു ഗ്രന്ഥമുണ്ടായിരുന്നു. അതിന്റെ പ്രാധാന്യം പറഞ്ഞറിയിക്കാൻ പ്രയാസം. ഞങ്ങളുടെ പിതാവ് ആയുഷ്കാലത്ത് നേടിയ വിജ്ഞാനമാകെ അതിൽ സമാഹരിച്ചിരുന്നു. ഭൂമിയിലാകമാനമുള്ള നിധികളുടെ വിവരവും സങ്കീർണമായ പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരങ്ങളും അതിലടങ്ങിയിരുന്നു. ഞങ്ങളുടെ തർക്കം മൂർച്ഛിച്ചപ്പോൾ അച്ഛനെ മാന്ത്രികവിദ്യ പഠിപ്പിച്ചിരുന്ന ഗുരു അവിടെ വന്നു. യുഗപുരാണം കയ്യിലെടുത്ത് അദ്ദേഹം പറഞ്ഞു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവ് എനിക്ക് മകനെപ്പോലെയായിരുന്നു. നിങ്ങളിൽ ആരോടും എനിക്ക് പക്ഷപാതമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം അറിയിക്കാം. അൽ ഷമർദാൽ എന്ന നിധി കണ്ടെത്തി അവിടെയുള്ള നക്ഷത്രഗോളവും മഷിക്കൂട്ടും വാളും മുദ്രാമോതിരവും ആരു കൊണ്ടുവരുന്നോ അവർക്ക് ഞാൻ ഈ ഗ്രന്ഥം തരാം. അലൗകികമായ ശക്തിവിശേഷങ്ങളുള്ളവയാണ് ഇവയെല്ലാം. ദംഭോലി എന്നു പേരുള്ള ഭയങ്കരനായൊരു ജിന്നാണ് മുദ്രാമോതിരത്തിന്റെ കാവൽക്കാരൻ. അത് കൈവശമുണ്ടെങ്കിൽ ലോകത്തിന്റെ ആധിപത്യം നേടാം. ആ വാളിൽ നിന്നുയരുന്ന അഗ്നിജ്വാലകൾ ശത്രുനിരയെ സംഹരിക്കും. അത് കൈവശമുള്ളവൻ അജയ്യനാകും. നക്ഷത്രഗോളം കയ്യിലുണ്ടെങ്കിൽ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കാതെ
ലോകമെങ്ങും സഞ്ചരിക്കാം. ഭൂഗോളത്തിന്റെ രൂപത്തിലുള്ള അതിൽ നാം കാണാൻ ഉദ്ദേശിക്കുന്ന നാടിനെ സ്പർശിച്ചാൽ മതി. ആ ഭൂവിഭാഗവും അതിലെ ജനങ്ങളും പ്രകൃതിയുമെല്ലാം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഏതെങ്കിലും നാട്ടിലെ ജനങ്ങളെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തെ സൂര്യരശ്മിക്ക് അഭിമുഖമായി തിരിച്ചാൽ മതി. അവിടം കരിഞ്ഞ് ചാമ്പലാകും. മഷിക്കൂട്ടു കണ്ണിലെഴുതിയാൽ ഭൂഗർഭത്തിലെ നിധി നഗ്നനേത്രങ്ങൾക്കു കാണാൻ കഴിയും. ഇപ്പറഞ്ഞതെല്ലാം കൊണ്ടുവരുന്നവർക്ക് യുഗപുരാണം സ്വന്തമാക്കാം. ഇതു നിങ്ങൾക്ക് സമ്മതമാണോ? സമ്മതമാണ്, ഞങ്ങൾ 4 പേരും പറഞ്ഞു. പക്ഷേ അൽഷമർദാൽ എവിടെയാണെന്ന് ഞങ്ങൾക്കൊരു രൂപവുമില്ലായിരുന്നു എന്നോർക്കണം. മഹാപണ്ഡിതനായ ഗുരു പറഞ്ഞു, നിധി ലോഹിതരാജാവിന്റെ 2 പുത്രന്മാരുടെ നിയന്ത്രണത്തിലാണ്. അവരെ കീഴടക്കിയാലേ അത് കൈവശപ്പെടുത്താനൊക്കൂ. നിങ്ങളുടെ പിതാവ് പിടികൂടുമെന്നായപ്പോൾ 2 പേരും 2 ചുവന്ന മത്സ്യങ്ങളായി കാരൂൺ കായലിൽ ചാടി. നിധി ഇരിക്കുന്നിടത്തെത്താൻ കെയ്റോയിൽ നിന്നുള്ള ഉമറിന്റെ മകൻ ജൂദാറിന്റെ സഹായം ആവശ്യമാണെന്ന് ഞാൻ പ്രശ്നം വച്ചപ്പോൾ തെളിഞ്ഞു. കായൽക്കരയിൽ വെച്ച് അയാളെ സന്ധിക്കാമെന്നും അയാളുടെ കൈകൾ കൊണ്ട് ബന്ധനസ്ഥനാകുന്ന വ്യക്തിക്ക് മീനുകൾ വഴങ്ങും. നിങ്ങളിൽ ഒരാൾക്ക് മാത്രമേ അത് സാധ്യമാകൂ. മറ്റുള്ളവർ ആ ശ്രമത്തിൽ ജീവൻ വെടിയും. ജീവൻ പണയം വെച്ചും ഞങ്ങളത് ചെയ്യും എന്ന് 3 പേർ പറഞ്ഞു. ഞങ്ങളുടെ സഹോദരൻ അബ്ദുൾ റഹീം ഒഴിഞ്ഞു മാറി. അതുകൊണ്ട് അയാളെ ജൂതന്റെ വേഷത്തിൽ കമ്പോളത്തിലിരുത്തി. ആരെങ്കിലും മരിച്ചു പോവുകയാണെങ്കിൽ അയാളുടെ കഴുതയെ വീണ്ടെടുക്കാൻ ഏർപ്പാട് ചെയ്തു. പിന്നീട് എന്തു സംഭവിച്ചു എന്ന് നിനക്കറിയാമല്ലോ. എന്റെ 2 സഹോദരന്മാർ മരണമടഞ്ഞു. ലോഹിത രാജാവിന്റെ മക്കളാണ് അവരെ വധിച്ചത്. ഞാൻ മന്ത്രശക്തി കൊണ്ട് മത്സ്യങ്ങളെ കീഴടക്കി. ലോഹിത രാജാവിന്റെ പുത്രന്മാർ അത്ഭുതശക്തിയുള്ള ഭൂതങ്ങളുടെ അവതാരമാണ്. അവരെ പിടികൂടിയതോടെ നിധി തേടുന്നതിനുള്ള ഒരു തടസ്സം മാറി. പക്ഷേ ഇനിയും നിന്റെ ആവശ്യമുണ്ട്. മഗ്രിബ് കടൽത്തീരത്തേക്ക് എന്നോടൊപ്പം വരാമെങ്കിൽ നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ തരാം. ജൂദാർ പറഞ്ഞു, എന്റെ അമ്മയും സഹോദരന്മാരും എന്നെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് പോയാൽ അവർ പട്ടിണിയാകും. അതിനു പ്രതിവിധിയുണ്ടാക്കാം. 1000 ദിനാർ ഞാൻ തരാം. 4 മാസം കഴിഞ്ഞ് മടങ്ങിയെത്താമല്ലോ. 1000 ദിനാറെന്ന് കേട്ടപ്പോൾ ജൂദാർ സമ്മതിച്ചു. ഞാൻ പണം അമ്മയ്ക്ക് കൊടുത്ത് അവരോട് യാത്ര പറഞ്ഞിട്ട് ഉടനെ വരാം. അവൻ പണവുമായി വീട്ടിലേക്ക് ഓടിച്ചെന്നു. ഞാൻ മഗ്രിബിലേക്ക് പോകുന്നു. ആ നാട്ടുകാരനായ ഒരു സ്നേഹിതൻ കൂടിയുണ്ട്. 4 മാസം കഴിയുമ്പോൾ മടങ്ങി വരും. അതുവരെയുള്ള ചെലവിന് ഇതാ 1000 ദിനാർ. 4 മാസം കഴിഞ്ഞാലല്ലേ എനിക്ക് നിന്നെ കാണാനൊക്കൂ. എനിക്ക് പേടിയാകുന്നു, അമ്മ പറഞ്ഞു. അമ്മ പേടിക്കണ്ട, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ആപത്തൊന്നും വരികയില്ല. എന്റെ സ്നേഹിതനായ ജോനകൻ വളരെ നല്ല മനുഷ്യനാണ്. നിനക്ക് നല്ലത് വരട്ടെ. അമ്മ മകനെ യാത്രയയച്ചു. ജൂദാറിനെ തന്റെ കോവർ കഴുതപ്പുറത്തിരുത്തി അന്ന് സന്ധ്യയാകുന്നതുവരെ അവർ യാത്ര ചെയ്തു. ജൂദാറിന് നല്ല വിശപ്പ് തുടങ്ങി. ഒരൊഴിഞ്ഞ സഞ്ചിയല്ലാതെ സ്നേഹിതന്റെ കയ്യിൽ മറ്റൊന്നും കാണാനില്ല. അവൻ ചോദിച്ചു, യജമാനെ, ഭക്ഷണത്തിന്റെ കാര്യം മറന്നോ? നിനക്ക് വിശക്കുന്നുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജോനകൻ കഴുതപ്പുറത്തു നിന്നിറങ്ങി സഞ്ചി കയ്യിലെടുത്തു. നിനക്ക് എന്താണ് വേണ്ടത്? അയാൾ ചോദിച്ചു. എന്തായാലും മതി. നിനക്ക് അത്താഴത്തിന് എന്താണ് ഇഷ്ടമെന്ന് പറയൂ. റൊട്ടിയും പാൽക്കട്ടിയും. സ്നേഹിതൻ ചിരിച്ചു. അതുപോരാ, കുറെ കൂടി നല്ലതെന്തെങ്കിലും. ഇപ്പോഴെന്ത് കിട്ടിയാലും നല്ലതു തന്നെ. പൊരിച്ച കോഴി നിനക്കിഷ്ടമാണോ? അല്ലാ, അത് പിന്നെ ചോദിക്കാനുണ്ടോ? നെയ്ച്ചോറ് വളരെ ഇഷ്ടം. ഇങ്ങനെ 24 ഇനം വിഭവങ്ങളുടെ പേരുകൾ അയാൾ പറഞ്ഞു. ജൂദാർ സംശയിച്ചു. ഈ മനുഷ്യന് ഭ്രാന്താണോ? അടുക്കളയും അടുപ്പുമൊന്നുമില്ലാതെ ഈ മരുഭൂമിയിൽ വെച്ച് വെറുതെ കൊതിപ്പിക്കുന്നത് എന്തിനാ? അവൻ ഉറക്കെ പറഞ്ഞു. മതി മതി, എന്റെ വായിൽ വെള്ളം നിറഞ്ഞു. നിങ്ങൾ പറഞ്ഞതില് ഒന്നുപോലും ഇവിടെയില്ല. നിനക്ക് വിശപ്പുണ്ടല്ലോ ജൂദാർ,
ഇതാ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ജോനകൻ സഞ്ചിയിൽ കൈയിട്ട് ഒരു സ്വർണത്തളിക പുറത്തെടുത്തു. ആവി പറക്കുന്ന പൊരിച്ച കോഴികൾ 2 എണ്ണം അതിലുണ്ടായിരുന്നു. വീണ്ടും മറ്റൊരു സ്വർണപാത്രം, അതിൽ കറിവെച്ച ആട്ടിറച്ചി. ഇങ്ങനെ 24 വിഭവങ്ങളും മുന്നിൽ നിരന്നു. അത്ഭുതസ്തബ്ധനായ ജൂദാർ ചോദിച്ചു, ഈ സഞ്ചിക്കകത്ത് അടുക്കളയും പാചകക്കാരനുമുണ്ടോ? ഇല്ല, പക്ഷേ ഇതൊരു മാന്ത്രിക സഞ്ചിയാണ്. ഒരു ഭൂതമാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. എന്തു ഭക്ഷണം വേണമെങ്കിലും ഇതിനോട് ചോദിച്ചാൽ മതി. വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ട് 2 പേരും കഴുതപ്പുറത്ത് കയറി യാത്ര തുടർന്നു. നമ്മളിപ്പോൾ എവിടെയാണെന്നറിയാമോ? ജോനകൻ ജൂദാറിനോട് ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ, ജൂദാർ പറഞ്ഞു. കഴിഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ 1 മാസത്തെ ദൂരമാണ് നമ്മൾ പിന്നിട്ടത്. ഇതൊരു സാധാരണ കോവർ കഴുതയല്ല, ഒരു ജിന്നാണ്. 1 വർഷത്തെ ദൂരം സഞ്ചരിക്കാൻ 1 ദിവസം മതി. നിനക്ക് യാത്രാക്ഷീണം ഉണ്ടാകാതിരിക്കാൻ കുറച്ച് പതുക്കെയാണ് ഇപ്പോൾ പോകുന്നത്. ആവശ്യപ്പെടുന്നതെന്തും മാന്ത്രിക സഞ്ചി നൽകിയിരുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവർ മഗ്രിബ് തീരത്തെത്തി. അവിടെ ജോനകന് പരിചിതരായ വളരെ പേരുണ്ടായിരുന്നു. അവരുടെ എല്ലാം അഭിവാദ്യം സ്വീകരിച്ച് അവർ ഒരു വലിയ മാളികയുടെ മുന്നിലെത്തി. വാതിലിൽ മുട്ടിയപ്പോൾ പൂന്തിങ്കൾ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഇവൾ ഏതോ രാജകുമാരിയായിരിക്കണം എന്ന് ജൂദാറിന് തോന്നി. മോളെ, കൊട്ടാരത്തിലെ ഹാൾ തുറന്നു തരൂ, ജോനകൻ പെൺകുട്ടിയോട് പറഞ്ഞു. ജൂദാറിന്റെ കരളിൽ വികാരത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ചുകൊണ്ട് ആ മാതകത്തിടമ്പ് നടന്നുപോയി. കോവർക്കഴുതയുടെ പുറത്തു തട്ടി ജോനകൻ പറഞ്ഞു, ഇനി നിനക്ക് പോകാം. ഉടനെ ഭൂമി പിളർന്ന് ആ മൃഗം അപ്രത്യക്ഷമായി. വരൂ, നമുക്കിനി ഹാളിലേക്ക് പോകാം, അയാൾ ജൂദാറിനെ ക്ഷണിച്ചു. കൊട്ടാരത്തിലെ അതിവിശാലമായ ഹാളിലെത്തിയ ജൂദാർ അവിടുത്തെ അലങ്കാരങ്ങൾ കണ്ട് അമ്പരന്നു. ജോനകന്റെ പുത്രി കൊണ്ടുവന്ന പൊതി തുറന്ന് അതിമനോഹരമായ ഒരു കുപ്പായം, കുറഞ്ഞത് 1000 ദിനാർ വിലമതിക്കുന്നത്, ജൂദാറിന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഉടുപ്പ് ധരിക്കൂ, നിങ്ങൾ ഞങ്ങളുടെ അതിഥിയാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ട വിഭവങ്ങൾ എന്തെല്ലാമാണ്? ജോനകൻ ചോദിച്ചു. കിട്ടുന്നതെല്ലാം ഞാൻ കഴിക്കും, ഒന്നിനോടും വെറുപ്പില്ല. പൊതുവെ ഞാനൊരു ഭക്ഷണപ്രിയനാണ്, ജൂദാർ പറഞ്ഞു. അയാൾ ആവശ്യപ്പെട്ട വിഭവങ്ങളെല്ലാം സഞ്ചിയിൽ നിന്നു കിട്ടി. തിന്നും കുടിച്ചും 20 ദിവസങ്ങൾ കഴിഞ്ഞു. 21ാം ദിവസം രാവിലെ ജോനകൻ വന്നു പറഞ്ഞു, ജൂദാർ എഴുന്നേൽക്കൂ, നിധി തുറക്കേണ്ട ദിവസം ഇന്നാണ്. അവർ നഗരത്തിന് പുറത്തെത്തി. അവിടെ 2 കോവർ കഴുതകളും 2 കറുത്ത അടിമകളും നിന്നിരുന്നു. കഴുതപ്പുറത്ത് കയറി നദിക്കരയിലേക്കാണ് അവർ പോയത്. അടിമകൾ അവിടെ ഒരു കൂടാരമുണ്ടാക്കി താമസത്തിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിട്ട് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചതുപോലെ മറഞ്ഞുകളഞ്ഞു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ജോനകൻ ചുവന്ന മത്സ്യങ്ങളെ ഇട്ടിരുന്ന കണ്ണാടി ഭരണികൾ മുന്നിൽ വെച്ച് മന്ത്രം ജപിക്കാൻ തുടങ്ങി. ഭരണിക്കുള്ളിൽ നിന്നും മത്സ്യം വിളിച്ചു പറഞ്ഞു, മാന്ത്രിക, ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങളെ ഉപദ്രവിക്കരുത്. അയാൾ മന്ത്രജപം മുടക്കിയില്ല. കുറെ കഴിഞ്ഞ് ഭരണികൾ പൊട്ടിത്തകർന്ന് 2 മനുഷ്യരൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവർ ജോനകന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിന്ന് അപേക്ഷിച്ചു, ഞങ്ങൾക്ക് മാപ്പ് തരണം. അൽഷമർദാലിയിലെ നിധി തുറന്നു തരാൻ തയ്യാറാണോ? ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഞെക്കിക്കൊല്ലും, ചുട്ടുകരിക്കും, മന്ത്രവാദി ഭീഷണിപ്പെടുത്തി. തുറന്നു തരാം, പക്ഷേ കെയ്റോയിലെ മുക്കുവൻ ജൂദാറിനെ കൊണ്ടുവരണം. മറ്റൊരാളും നിധിയിരിക്കുന്ന അറയ്ക്കുള്ളിൽ കടക്കാൻ പാടില്ലെന്നാണ് വിധി. അവനിവിടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 2 പേരും ജൂദാറിനെ നോക്കി. ശരി, ഞങ്ങൾ വാക്കു പാലിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ അപ്രത്യക്ഷരായി. ജോനകൻ ഒരു മുളങ്കുഴലിൽ 2 വജ്രമണികൾ ഇട്ടു. അതിനു മുകളിൽ കൽക്കരി നിറച്ച് ഊതിയപ്പോൾ കൽക്കരി കനൽക്കട്ട പോലെ ജ്വലിച്ചു. അതിൽ സാമ്പ്രാണിയും കുന്തിരക്കവും വിതറിയിട്ട് ജൂദാറിനോട് പറഞ്ഞു, ഈ പുക മുകളിലേക്ക് വരുമ്പോൾ ഞാൻ മന്ത്രപ്രയോഗം തുടങ്ങും. പിന്നീട് അത് തീരുന്നതുവരെ ഉരിയാടാൻ പാടില്ല. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. മന്ത്രോച്ചാരണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ നദിയിലെ വെള്ളം കുറഞ്ഞു തുടങ്ങും. കുറഞ്ഞു കുറഞ്ഞ് വെറും മണൽപ്പരപ്പായി മാറും. അപ്പോൾ നദിയുടെ മധ്യത്തിൽ
ഒരു വലിയ കവാടം കാണാറാകും. സ്വർണ്ണ നിർമ്മിതമായ ആ വാതിലിൽ സ്വർണത്തിന്റെ തന്നെ 2 വളയങ്ങളുണ്ട്. അതിലൊന്നിൽ മെല്ലെ തട്ടണം. ഒരു നിമിഷം കഴിഞ്ഞ് കുറെ കൂടി ഉറക്കെ തട്ടുക. അല്പം കഴിഞ്ഞ് കൂടുതൽ ഉച്ചത്തിൽ തട്ടുമ്പോൾ അകത്തുനിന്നും ഒരു ശബ്ദം ചോദിക്കും, ആരാണ് വാതിലിൽ മുട്ടുന്നത്? ഞാൻ കെയ്റോയിലെ ഉമറിന്റെ മകൻ ജൂദാർ എന്ന മുക്കുവൻ എന്ന് മറുപടി പറയണം. അപ്പോൾ വാതിൽ തുറക്കും. കയ്യിലൊരു വാളുമായി ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടാകും. നീ അവൻ തന്നെയാണോ? കഴുത്തു നീട്ട്, ഞാനത് ഛേദിക്കട്ടെ എന്ന് അവൻ പറയും. നീ നിർഭയം കഴുത്തു നീട്ടണം. അവൻ വാളുയർത്തുമ്പോഴേക്കും ആത്മാവ് നഷ്ടപ്പെട്ട ശരീരമായി നിലത്ത് വീഴും. നിനക്ക് ഒന്നും സംഭവിക്കുകയില്ല. നീ പേടിച്ചു പോയാൽ അവർ നിന്നെ കൊന്നുകളയുമെന്ന് ഓർമ്മ വേണം. അവിടെ നിന്ന് മുന്നോട്ട് പോയാൽ 2ാമത്തെ വാതിൽ കാണാം. ആ വാതിലിൽ ഒരു പ്രാവശ്യം ഉറക്കെ മുട്ടിയാൽ മതി. നീണ്ട കുന്തവുമായി ഒരു കാവൽക്കാരൻ അവിടെ നിൽക്കുന്നുണ്ടാവും. നിന്റെ മാറിന് നേർക്ക് കുന്തമന ചൂണ്ടി, മനുഷ്യനോ ജിന്നോ കാൽക്കുത്താത്ത ഈ സ്ഥലത്ത് നീ എന്തിനു വന്നു എന്ന് നിന്നോട് ചോദിക്കും. നീ ഭയപ്പെടാതെ മറുപടി പറയുമ്പോൾ അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ട് നിന്റെ കാൽക്കൽ വീഴും. നീ പേടിച്ചു പോയാൽ നിന്റെ കഥ കഴിഞ്ഞെന്നോർക്കണം. അടുത്തത് 3ാമത്തെ വാതിലാണ്. അവിടുത്തെ കാവൽക്കാരൻ നിന്റെ നേർക്ക് അമ്പു തൊടുക്കാൻ ഒരുങ്ങും. നീ നിർഭയം നിൽക്കുമ്പോൾ അവനും ആത്മാവില്ലാത്ത വെറും ശരീരമായി മാറും. നിനക്ക് ഭയം തോന്നിയാൽ അവൻ നിന്നെ കൊന്നുകളയും. അവിടെ നിന്നും മുന്നോട്ടു പോകണം. 4ാമത്തെ വാതിൽ കടക്കാൻ ശ്രമിക്കുമ്പോൾ ഉഗ്രരൂപിയായ ഒരു സിംഹം വാ പിളർന്ന് നിന്നെ വിഴുങ്ങാനെടുക്കും. നീ അതിന്റെ വായ്ക്കുള്ളിൽ കൈയിടുമ്പോൾ അത് ചത്തുവീഴും. നിനക്കൊരു പോറൽ പോലും പറ്റുകയില്ല. 5ാമത്തെ വാതിൽ തുറക്കുന്നത് ഒരു നീഗ്രോയാണ്. അവൻ നിന്റെ പേര് ചോദിക്കും. ഞാനാണ് ജൂദാർ എന്ന് പറയണം. നീ ഒരാണാണെങ്കിൽ 6ാമത്തെ വാതിൽ തുറന്നേ എന്നവൻ പറയും. 6ാമത്തെ വാതിൽക്കൽ ചെന്ന്, ജീസസ്, ഈ വാതിൽ തുറക്കാൻ മോസസിനോട് കൽപ്പിക്കണേ എന്നപേക്ഷിക്കണം. വാതിൽ തുറന്ന് 2 വ്യാളികൾ വായും പിളർന്ന് നിന്റെ മേൽ ചാടി വീഴും. നീ ധൈര്യമായി ഓരോന്നിന്റെയും വായ്ക്കുള്ളിൽ ഓരോ കൈ കടത്തണം. തുറന്ന വായ് അടയുന്നതിന് മുമ്പ് അവ ചത്തുപോകും. 7ാമത്തെ വാതിൽ തുറക്കുന്നത് നിന്റെ അമ്മയായിരിക്കും. അവർ പറയും, മോനെ, അടുത്തു വരൂ. അവിടെ നിന്ന് അനങ്ങരുത്, വസ്ത്രങ്ങളെല്ലാം അഴിച്ചു കളയണം എന്നായിരിക്കണം നിന്റെ മറുപടി. ഞാൻ നിന്നെ പാലൂട്ടി വളർത്തിയ അമ്മയാണ്, എന്നോട് നിനക്ക് ഇങ്ങനെ പറയാമോ എന്നവർ ചോദിക്കും. ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും എന്ന് പറഞ്ഞ് നിന്റെ വലതുവശത്ത് ചുമരിൽ തൂക്കിയിട്ടിട്ടുള്ള വാൾ കയ്യിലെടുക്കണം. അവരുടെ അപേക്ഷകളൊന്നും നീ ചെവിക്കൊള്ളരുത്. എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു കളഞ്ഞ് പൂർണ്ണ നഗ്നയാകുമ്പോൾ ആ രൂപം മാഞ്ഞുപോകും. അതോടെ പ്രതിബന്ധങ്ങളെല്ലാം അകന്നു. 7ാമത്തെ വാതിൽ കടന്നു ചെല്ലുമ്പോൾ ഒരു വലിയ മുറി നിറയെ സ്വർണ്ണക്കട്ടികൾ അടുക്കി വെച്ചിട്ടുള്ളത് കാണും. അത് ശ്രദ്ധിക്കരുത്. മുറിയുടെ നടുവിൽ തിരശ്ശീല കൊണ്ട് മറച്ച ഒരു പീഠത്തിൽ അൽ ഷമർദാൽ എന്ന മഹാമാന്ത്രികൻ ഉറങ്ങിക്കിടക്കുന്നത് കാണാം. അയാളുടെ തലയ്ക്കൽ സൂര്യതേജസ്സോടെ തിളങ്ങുന്ന നക്ഷത്രഗോളമുണ്ട്. അയാളുടെ അരപ്പട്ടയിലാണ് വാൾ. മാന്ത്രികമോതിരം വിരലിലും മഷിക്കൂട്ട് സ്വർണത്തുടലിൽ കോർത്ത് കഴുത്തിലും അണിഞ്ഞിരിക്കും. ഈ 4 അമൂല്യ വസ്തുക്കളും എടുത്ത് നീ മടങ്ങിപ്പോരണം. ഞാൻ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കണം. നിസ്സാരമായി തെറ്റുണ്ടായാൽ പോലും പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. ഈ നിർദ്ദേശങ്ങൾ പലതവണ ആവർത്തിച്ച് ജൂദാർ മനഃപ്പാടമാക്കി. അപ്പോൾ ജൂദാർ ചോദിച്ചു, അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ പഠിച്ചു. എന്റെ സംശയം ആ കാവൽക്കാരും വന്യമൃഗങ്ങളുമെല്ലാം എന്നെ അനുസരിക്കുമോ എന്നാണ്. അതിനെക്കുറിച്ച് സംശയിക്കേണ്ട. അവരെല്ലാം ഭൂതങ്ങളാണ്. മന്ത്രശക്തിക്ക് മുന്നിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ജോനകൻ അബ്ദുൾ സമദ് മന്ത്രം ജപിച്ചു. സുഗന്ധദ്രവ്യങ്ങൾ പുകച്ചപ്പോൾ നദിയിലെ വെള്ളം വറ്റിത്തുടങ്ങി. ക്രമേണ അതൊരു മണൽത്തിട്ടയായി തീർന്നു. അള്ളാഹു എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ജൂദാർ നദിയുടെ മധ്യത്തിലെത്തി. അവിടെയുണ്ടായിരുന്ന സുവർണ കവാടത്തിന് മുന്നിൽ നിന്നു. ജോനകൻ പറഞ്ഞതുപോലെ 3 തവണ മുട്ടിയപ്പോൾ അകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. നിധി തേടി വന്നതാര്? ഞാൻ ജൂദാർ, കെയ്റോയിലെ മുക്കുവന്റെ മകൻ എന്ന് പറഞ്ഞപ്പോൾ വാതിൽ തുറന്ന് ഊരിയ വാളുമായി
ഒരു ഭീകരൻ ഗർജിച്ചു. കഴുത്തു നീട്ടു! ജൂദാർ നീട്ടിയ കഴുത്തിൽ വാൾ സ്പർശിക്കുന്നതിനു മുമ്പ് അയാൾ നിലത്ത് വീണു. മാന്ത്രികൻ പറഞ്ഞിരുന്നതുപോലെ മറ്റു വാതിലുകളും ഒന്നൊന്നായി തുറന്നു. അവന്റെ അമ്മയാണ് 7ാമത്തെ വാതിൽ തുറന്നത്. ആരാണ് നിങ്ങൾ? അവൻ ചോദിച്ചു. നിന്നെ 9 മാസം വയറ്റിൽ ചുമന്ന നിന്റെ അമ്മ എന്നവർ പറഞ്ഞു. വസ്ത്രങ്ങൾ അഴിക്കാൻ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, നിന്റെ മുന്നിൽ ഞാൻ നഗ്നയായി നിൽക്കണമെന്നാണോ? പറഞ്ഞതനുസരിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് അവൻ വാൾ കയ്യിലെടുത്തു. അടിവസ്ത്രം മാത്രമായപ്പോൾ അവർ ചോദിച്ചു, ഇതിനപ്പുറം പോകുന്നത് ന്യായമാണോ? നീ എന്റെ നഗ്നത കാണാൻ പാടുണ്ടോ? അതു ശരിയാണ് എന്ന് ജൂദാർ പറഞ്ഞു. അപ്പോഴേക്കും ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു, അവനെ വിടരുത്, അവൻ വാക്കുപാലിച്ചില്ല. ഉടനെ 4 വശത്തു നിന്നും അവന്റെ മേൽ പ്രഹരം തുടങ്ങി. ആരാണ് അടിക്കുന്നതെന്ന് കാണാൻ കഴിഞ്ഞില്ല. അവൻ ഒരുവിധം അവിടെ നിന്നും പിന്തിരിഞ്ഞോടി. 1ാമത്തെ വാതിലിന് പുറത്തെത്തിയപ്പോൾ വാതിൽ താനെ അടഞ്ഞു. ഈ സമയം നദിയിൽ വെള്ളം പൊങ്ങിത്തുടങ്ങി. അവശനായി അവിടെ കിടന്ന ജൂദാറിനെ മാന്ത്രികൻ വലിച്ചെടുത്ത് കരയിലേക്ക് കൊണ്ടുപോയി. നീ അനുസരണക്കേട് കാണിച്ചു അല്ലേ? അബ്ദുൾ സമദ് ചോദിച്ചു. അവൻ നടന്നതെല്ലാം വിസ്തരിച്ച് പറഞ്ഞു. ഞാൻ മുന്നറിയിപ്പ് തന്നിരുന്നതല്ലേ? ഇനി ഇക്കൊല്ലം ഒന്നും ചെയ്യാൻ സാധ്യമല്ല. 1 കൊല്ലം കൂടി കഴിഞ്ഞാലേ വീണ്ടും മന്ത്രത്തിന് ശക്തി ഉണ്ടാകൂ. ഈ 1 കൊല്ലം നീ എന്റെ കൂടെ താമസിക്കണം. മാന്ത്രികൻ വിരൽ ഞൊടിച്ചപ്പോൾ കോവർ കഴുതകളും അടിമകളും പ്രത്യക്ഷമായി. കഴുതപ്പുറത്ത് കയറി അവർ നഗരത്തിലേക്ക് പോയി. 1 വർഷം ജൂദാർ അബ്ദുൾ സമദിന്റെ അതിഥിയായി താമസിച്ചു. 1 വർഷം കഴിഞ്ഞു. നിധി അന്വേഷിച്ചു പോകാനുള്ള സമയമായി. 2 പേരും കഴുതപ്പുറത്ത് നദിക്കരയിലെത്തി. മന്ത്രം ജപിച്ച് ജൂദാറിനെ അയക്കുന്നതിനു മുമ്പ് ജോനകൻ ചോദിച്ചു, ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല. ഒന്നുകൊണ്ടും ഭയപ്പെടരുത്. നിന്റെ അമ്മയുടെ രൂപത്തിൽ വന്ന സ്ത്രീ യഥാർത്ഥത്തിൽ നിന്റെ അമ്മയല്ല, ഒരു ഭൂതമാണ്. അതുകൊണ്ട് മടിച്ചു നിൽക്കണ്ട. ഇപ്രാവശ്യം അബദ്ധം പിണഞ്ഞാൽ നിനക്ക് ഗുഹയിൽ നിന്നും പുറത്തു വരാൻ സാധ്യമാവുകയില്ല. സാമ്പ്രാണിയും കുന്തിരക്കവും പുകച്ച് മന്ത്രം ജപിച്ച് നദിയിലെ വെള്ളം വറ്റിച്ചപ്പോൾ ജൂദാർ അങ്ങോട്ട് പോയി. 1 മുതൽ 6 വരെയുള്ള വാതിലുകൾ കടന്നു. 7ാം വാതിലിൽ കാവൽ നിന്ന സ്ത്രീയോട് ഉടുപ്പുകളെല്ലാം അഴിച്ചുമാറ്റാൻ പറഞ്ഞു. ഇത്തവണ അവരുടെ അപേക്ഷകളൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. ഒടുവിൽ പൂർണ്ണ നഗ്നയായ സ്ത്രീ മറഞ്ഞുകളഞ്ഞു. 7ാം വാതിൽ കടന്നെത്തിയ മുക്കുവൻ മുറിയുടെ നടുവിൽ സ്വർണ്ണ നിർമ്മിതമായ ഒരു കട്ടിലിൽ ഉറങ്ങിക്കിടന്ന അൽഷമർദാൽ എന്ന മഹാമാന്ത്രികന്റെ അടുത്തു ചെന്ന് നക്ഷത്രഗോളവും വാളും മോതിരവും മഷിക്കൂട്ടും കയ്യിലെടുത്ത് പുറത്തു വന്നു. അബ്ദുൾ സമദ് സന്തോഷത്തോടെ അവനെ ആലിംഗനം ചെയ്തു. നീഗ്രോകളെയും കഴുതകളെയും വരുത്തി അവൻ ജോനകന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. അവിടെ വെച്ച് സുഭിക്ഷമായ ഭക്ഷണത്തിന് ശേഷം അബ്ദുൾ സമദ് ചോദിച്ചു, ജൂദാർ, നീ എനിക്ക് ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അതിനു പകരമായി നിനക്കെന്താണ് വേണ്ടത്? ഒട്ടും മടിക്കാതെ ചോദിക്കാം. നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ തരാം. എനിക്ക് ആ മന്ത്രശക്തിയുള്ള സഞ്ചി മാത്രം മതി, ജൂദാർ പറഞ്ഞു. ഉടനെ അത് അവന് കൊടുത്തിട്ട് ജോനകൻ പറഞ്ഞു, ഇതുകൊണ്ട് നിനക്ക് വിശക്കാതെ കഴിയാം. ആവശ്യമുള്ളപ്പോഴെല്ലാം ഭക്ഷണം കിട്ടും. അതുമാത്രം പോരല്ലോ, നിന്റെ നാട്ടിലെ ഒരു ധനികനാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മറ്റൊരു സഞ്ചി നിറയെ സ്വർണവും രത്നങ്ങളും കൂടി അവന് സമ്മാനിച്ചു. ജോനകൻ കോവർ കഴുതയെ വരുത്തി അതിൽ കയറ്റി ജൂദാറിനെ യാത്രയാക്കി. നീ വീട്ടിൽ ചെന്നിട്ട് കഴുതയെ തിരിച്ചയച്ചാൽ മതി. കാര്യങ്ങളെല്ലാം രഹസ്യമായിരിക്കണം എന്നും ഉപദേശിച്ചു. അടുത്ത പ്രഭാതത്തിൽ ജൂദാർ കൈറോ നഗരത്തിൽ പ്രവേശിച്ചു. തട്ടുപടിക്കൽ ഭക്ഷണത്തിനായി യാചിച്ചുകൊണ്ടിരുന്ന അമ്മയെ കണ്ട് ജൂദാർ ഓടിച്ചെന്നു. അമ്മയ്ക്ക് എന്തു പറ്റി? ചേട്ടന്മാരെവിടെ? അവർ സുഖമായിരിക്കുന്നു, അമ്മ പറഞ്ഞു. ഞാൻ 2 പ്രാവശ്യം 100 ദിനാർ വീതവും പിന്നീട് 1000 ദിനാറും തന്നിരുന്നല്ലോ. എന്നിട്ടും അമ്മയ്ക്ക് ഭക്ഷണത്തിനായി യാചിക്കേണ്ടി വന്നോ? മോനെ, പണമെല്ലാം നിന്റെ സഹോദരന്മാർ കൊണ്ടുപോയി. ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ഞാൻ പിച്ചതണ്ടുകയാണ്. അമ്മേ, നമ്മുടെ ക്ലേശങ്ങളെല്ലാം മാറി. ഇതാ സഞ്ചി നിറയെ സ്വർണവും രത്നങ്ങളും. ഇനി ഒരിക്കലും നമുക്ക് ഭക്ഷണത്തിന് മുട്ടുവരികയില്ല.
അമ്മയ്ക്ക് ആശ്വാസമായി. നീ ഭാഗ്യവാനാണ്. അല്ലാഹു നിന്നെ അനുഗ്രഹിച്ചു. നീ പോയി ഒരു റൊട്ടി വാങ്ങിച്ചുകൊണ്ട് വരണം. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ പട്ടിണി കിടക്കുകയാണ്. അവൻ സഞ്ചിയിൽ നിന്നും നിരവധി ഭക്ഷണപദാർത്ഥങ്ങൾ അമ്മയുടെ മുന്നിൽ നിരത്തി. ആ സഞ്ചിക്ക് മന്ത്രശക്തി ഉണ്ടെന്നും ആവശ്യപ്പെടുന്നതെല്ലാം അത് നൽകുമെന്നും അമ്മയോട് പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് പാത്രം സഞ്ചിയിലിടണം. ഈ രഹസ്യം ആരെയും അറിയിക്കാനും പാടില്ല. എന്റെ സഹോദരന്മാർക്ക് ആവശ്യമുള്ള ആഹാരവും ഇവിടെ നിന്ന് കൊടുക്കാം. ഈ സമയം 2 സഹോദരന്മാരും അവിടെ വന്നു. അമ്മയും അനുജനും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിഭവങ്ങൾ കണ്ട് അവർ അമ്പരന്നു. തന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ജൂദാർ അവരെ ക്ഷണിച്ചു. സഹോദരന്റെ ക്ഷണം സ്വീകരിച്ച് 2 പേരും വീണ്ടും ആ വീട്ടിൽ താമസം തുടങ്ങി. ഓരോ ദിവസവും ആവശ്യപ്പെടുമ്പോഴെല്ലാം ആഡംബരപൂർണമായ സദ്യയുണ്ട് 10 ദിവസം കഴിഞ്ഞു. ഇതിനിടെ അവരുടെ മനസ്സിൽ ചില സംശയങ്ങൾ നാമ്പിട്ടു. എവിടെ നിന്നാണ് ഈ വിഭവങ്ങളെല്ലാം ലഭിക്കുന്നത്? ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ല. അടുക്കളയിൽ പാചകം ചെയ്യുന്നതിന്റെ ലക്ഷണവുമില്ല. ഒരു ദിവസം ജൂദാർ വീട്ടിലില്ലാതിരുന്ന അവസരത്തിൽ സഹോദരന്മാർ അമ്മയെ സമീപിച്ചു. അമ്മേ, ഞങ്ങൾക്ക് വിശക്കുന്നു. തിന്നാൻ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം. ഉടനെ അമ്മ മുറിക്കകത്ത് പോയി പലതരം മധുരപലഹാരങ്ങളുമായി വന്നു. ഇത്ര പെട്ടെന്ന് ഇതെല്ലാം എങ്ങനെയുണ്ടാക്കി? ഇതൊന്നും ഞാനുണ്ടാക്കിയതല്ല, ആ സഞ്ചി തന്നതാണ്. സഞ്ചിയോ? ഏതു സഞ്ചി? മന്ത്രശക്തിയുള്ള സഞ്ചിയുടെ കാര്യം അമ്മ പുത്രന്മാരോട് പറഞ്ഞു. ആ സഞ്ചി തട്ടിയെടുക്കണമെന്ന് ദുരാഗ്രഹികളായ സഹോദരന്മാർ തീരുമാനിച്ചു. അതിനുള്ള പദ്ധതിയും തയ്യാറാക്കി. തുറമുഖത്തിൽ നങ്കൂരമിട്ടിരുന്ന ഒരു കപ്പലിലെ കപ്പിത്താനെ സമീപിച്ച് അവർ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ കൈറോയിലെ വർത്തക പ്രമാണിയായിരുന്നു. അച്ഛന് 3 പുത്രന്മാരാണുള്ളത്. ഞങ്ങൾ 2 പേരും പിന്നെ ഒരു അനുജനും. അവൻ ഒന്നിനും കൊള്ളാത്ത ഒരു കുഴിമടിയനാണ്. അച്ഛൻ മരിച്ചപ്പോൾ അവശേഷിച്ചിരുന്ന സ്വത്ത് ഞങ്ങൾ 3ആയി ഭാഗിച്ചു. ഞങ്ങളുടെ ഇളയ സഹോദരൻ അവന്റെ പങ്ക് വിറ്റു തിന്നു. എന്നിട്ട് കള്ളക്കേസ് കൊടുത്ത് ഞങ്ങളുടെ വീതവും തട്ടിയെടുത്തു. അതും തീർന്നിട്ട് ഇപ്പോൾ ഞങ്ങളെ ആശ്രയിച്ച് കഴിയുകയാണ്. അങ്ങ് അവനെ കൂടി ഈ കപ്പലിൽ കൊണ്ടുപോയി പണിയെടുപ്പിക്കണം. അവന് നല്ല ആരോഗ്യമുണ്ട്. ശരി, വിലയ്ക്ക് തരാമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം എന്നായി കപ്പിത്താൻ. അത് ഞങ്ങൾക്ക് സമ്മതമാണ്, സഹോദരന്മാർ പറഞ്ഞു. 40 ദിനാറിന് ഞാൻ അവനെ വിലക്കെടുത്തോളാം. അത് തീരെ കുറവാണ്. എങ്കിലും ആവശ്യക്കാർ ഞങ്ങളായതുകൊണ്ട് സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം, അവൻ സ്വമനസാലെ വരികയില്ല. ബലം പ്രയോഗിച്ചു വേണം കൊണ്ടുപോകാൻ. 2 നാവികരുമായി വരികയാണെങ്കിൽ ഇന്നു രാത്രി അവനെ തന്നയക്കാം. രാത്രിയിൽ പള്ളിക്ക് സമീപമുള്ള നാൽക്കവലയിൽ കപ്പിത്താനും നാവികരും കാത്തു നിൽക്കാമെന്ന് സമ്മതിച്ചു. സഹോദരന്മാർ വീട്ടിൽ ചെന്ന് ജൂദാറിനോട് പറഞ്ഞു, അനിയ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? നിന്റെ അനുവാദം കൂടാതെ ഞങ്ങളുടെ 3 സ്നേഹിതന്മാരെ ഞങ്ങൾ അത്താഴത്തിന് ക്ഷണിച്ചു. അവർ വരില്ലെന്ന് കരുതിയാണ് ക്ഷണിച്ചത്. കഷ്ടകാലത്തിന് അവർ സമ്മതിച്ചു കളഞ്ഞു. നിന്നെ ബുദ്ധിമുട്ടിക്കുന്നതിൽ വിഷമമുണ്ട്. ഇക്കാര്യത്തിൽ എന്റെ അനുവാദം എന്തിന്? ജൂദാർ ചോദിച്ചു. എത്ര പേരെ വിളിച്ചുകൊണ്ടുവന്നാലും ഭക്ഷണം കൊടുക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. അവർ ജൂദാറിന്റെ കൈ ചുംബിച്ച് നന്ദി പറഞ്ഞിട്ട് പള്ളിക്ക് സമീപമുള്ള നാൽക്കവലയിൽ ചെന്ന് അവിടെ കാത്തുനിന്നിരുന്ന കപ്പിത്താനെയും നാവികരെയും വിളിച്ചുകൊണ്ടുവന്നു. 40ഓളം വിഭവങ്ങളുള്ള വിരുന്നാണ് അതിഥികൾക്ക് വേണ്ടി ഒരുക്കിയത്. അർദ്ധരാത്രി വരെ അവർ തിന്നും കുടിച്ചും കഴിഞ്ഞു. ഉറക്കത്തിൽ ജൂദാറിനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും അവൻ ഉറങ്ങുന്ന ലക്ഷണമില്ലെന്നു കണ്ട് 2 നാവികരും അവന്റെ മേൽ ചാടി വീണ് വായിൽ തുണി തിരുകി കൈകാലുകൾ ബന്ധിച്ച് ചുമന്നുകൊണ്ടുപോയി. കാലിൽ ചങ്ങലയിട്ട് കപ്പലിലെ അടിമവേലയ്ക്ക് നിയോഗിച്ചു. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന സഹോദരന്മാർ ഒന്നും അറിയാത്ത മട്ടിൽ, ജൂദാർ ഇനിയും ഉണർന്നില്ലേ എന്ന് അമ്മയോട് ചോദിച്ചു. ഇല്ല, നിങ്ങൾ പോയി വിളിക്ക്, അമ്മ പറഞ്ഞു. അവൻ മുറിയിലില്ല. അല്പം കഴിഞ്ഞ് മടങ്ങി വന്ന് അവർ പറഞ്ഞു. ഒരുപക്ഷെ ഇന്നലെ വന്നിരുന്ന നാവികരോടൊപ്പം പോയിരിക്കും. കപ്പൽ യാത്ര അവന് ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടു. അമ്മ അത് വിശ്വസിച്ചു. എന്തായാലും അവന് ആപത്തൊന്നും ഉണ്ടാവില്ല.
അവൻ ഭാഗ്യവാനാണ്. അമ്മയ്ക്ക് ഞങ്ങളോടല്ല അവനോടാണ് സ്നേഹം. ചണ്ട കൂടാൻ തയ്യാറായി വന്ന പുത്രന്മാർ പറഞ്ഞു. അതെ, അത് വാസ്തവമാണ്. അവനെ എന്നോട് സ്നേഹമുള്ളൂ. നിങ്ങൾ എന്റെ മുതലെല്ലാം തട്ടിപ്പറിച്ചു. അവനാണ് എനിക്ക് ഭക്ഷണം തരുന്നത്. അവന്റെ വകയല്ലേ നിങ്ങളും തിന്നുന്നത്. രണ്ടുപേരും അമ്മയോട് വഴക്കുകൂടി അവരെ തല്ലുകയും വീട്ടിലുണ്ടായിരുന്നതെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. സഞ്ചികൾ എടുക്കാൻ ഭാവിച്ചപ്പോൾ അമ്മ വിലക്കി. അത് ജൂദാറിൻ്റെതാണ്, നിങ്ങളത് തൊട്ടുപോകരുത്. ഇതെല്ലാം ഞങ്ങളുടെ അച്ഛന്റെ വകയാണ് എന്ന് പറഞ്ഞ് സഞ്ചികൾ രണ്ടും അവരെടുത്തു. സ്വർണവും രത്നങ്ങളുമെല്ലാം രണ്ടായി പങ്കുവച്ചു. മന്ത്രശക്തിയുള്ള സഞ്ചിക്ക് വേണ്ടി രണ്ടുപേരും വഴക്കായി. അത് താൻ സൂക്ഷിക്കാമെന്നും മക്കൾക്ക് ആവശ്യമുള്ള ആഹാര സാധനങ്ങളെല്ലാം അതിൽ നിന്നെടുത്ത് കൊടുക്കാമെന്നും അമ്മ പറഞ്ഞെങ്കിലും അവർക്കത് സമ്മതമായില്ല. രാത്രി മുഴുവൻ അവർ തമ്മിൽ വാദപ്രതിവാദത്തിലേർപ്പെട്ടു. അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ബഹളം കേട്ട് പുറത്തു വന്നു. കുറെ നേരം ചെവിയോർത്ത് നിന്നപ്പോൾ അയാൾക്കു കാര്യം മനസ്സിലായി. രാവിലെ അയാൾ ഈജിപ്തിലെ രാജാവിനെ വിവരമറിയിച്ചു. രാജാവ് ഭടന്മാരെ അയച്ച് അമ്മയെയും മക്കളെയും വരുത്തി. സഞ്ചികൾ രണ്ടും കൊട്ടാരത്തിൽ സൂക്ഷിക്കാൻ ഉത്തരവായി. സഹോദരന്മാരെ കാരാഗൃഹത്തിലടച്ചു. അമ്മയ്ക്ക് പട്ടിണി കൂടാതെ കഴിയാനുള്ള വക അടുത്തൂണായി അനുവദിച്ചു. ഇതേ സമയം ജൂദാർ കപ്പലിൽ അടിമപ്പണി തുടങ്ങിയിട്ട് കൊല്ലം 1 തുറമുഖങ്ങളിൽ നിന്ന് തുറമുഖങ്ങളിലേക്ക് കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ നടുക്കടലിലെ പാറയിലടിച്ചു തകർന്നു. ജൂദാർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. മറ്റുള്ളവരെല്ലാം മുങ്ങി മരിച്ചു. അവശനായി കരയ്ക്കടിഞ്ഞ അവനെ ദേശാടനക്കാരായ അറബികളുടെ ഒരു സംഘം കണ്ടെത്തി. കപ്പൽ തകർന്ന കാര്യം പറഞ്ഞപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യാപാരിക്ക് അവനോട് അനുകമ്പ തോന്നി. എന്റെ കൂടെ ജിദ്ദയിൽ വന്നാൽ നിനക്ക് ഞാൻ ജോലി തരാം എന്ന് പറഞ്ഞു. അവൻ സന്തോഷത്തോടെ ജിദ്ദയിൽ പോയി. ജിദ്ദയിലെ വ്യാപാരി മെക്കയിൽ തീർത്ഥാടനത്തിന് പോയപ്പോൾ ജൂദാർ അയാളെ അനുഗമിച്ചു. അവിടെ വിശുദ്ധ കഅബയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ തന്റെ പഴയ സ്നേഹിതനായ അബ്ദുൾ സമദ് എന്ന ജോനകനെ കണ്ടുമുട്ടി. സന്തോഷത്തോടെ അയാൾ വിവരങ്ങൾ ആരാഞ്ഞു. ജൂദാർ കരഞ്ഞുകൊണ്ട് തനിക്കു നേരിട്ട ദുർവിധി വിവരിച്ചു കേൾപ്പിച്ചു. അബ്ദുൾ സമദ് അവനെ ആശ്വസിപ്പിച്ചു. ഇനി നിന്റെ കഷ്ടകാലമെല്ലാം അവസാനിച്ചു. നിന്നെ ഞാൻ എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാം. അയാൾ പ്രശ്നം വെച്ച് അവന്റെ സഹോദരന്മാർ കാരാഗൃഹത്തിലാണെന്ന വിവരം മനസ്സിലാക്കി. തന്റെ രക്ഷിതാവായ ജിദ്ദയിലെ വ്യാപാരിയോട് ജൂദാർ യാത്ര പറഞ്ഞു. അൽഷമർ ദാലിലെ നിധിയുടെ ഭാഗമായ മുദ്രാമോതിരം അബ്ദുൾ സമദ് ജൂദാറിന് സമ്മാനിച്ചു. ഇതുകൊണ്ട് നിന്റെ ഏതാഗ്രഹവും സാധിക്കും. ദംഭോലി എന്ന ജിന്നാണ് ഈ മോതിരത്തിന്റെ അടിമയും കാവൽക്കാരനും. മോതിരത്തിൽ പതിച്ചിട്ടുള്ള രത്നത്തിൽ വിരൽ കൊണ്ട് തിരുമ്മിയാലുടൻ ജിന്ന് പ്രത്യക്ഷപ്പെടും. നിനക്കാവശ്യമുള്ളതെന്തും അവൻ സാധിച്ചു തരും. ഇതാ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അയാൾ മോതിരത്തിലെ രത്നത്തിൽ വിരൽ കൊണ്ട് തിരുമ്മി. അടുത്ത ക്ഷണം ജിന്ന് പ്രത്യക്ഷപ്പെട്ടു. അബ്ദുൾ സമദ് പറഞ്ഞു, ദംഭോലി, ഈ നിൽക്കുന്ന ജൂദാർ ഈ നിമിഷം മുതൽ നിന്റെ യജമാനാണ്. ഇദ്ദേഹത്തെ അനുസരിക്കുക. ഉത്തരവ് എന്ന് പറഞ്ഞ് ഭൂതം അപ്രത്യക്ഷമായി. ഞാൻ ആവശ്യപ്പെടുന്നതെന്തും ഭൂതം സാധിച്ചു തരുമോ? ജൂദാർ ചോദിച്ചു. തീർച്ചയായും, അതിനൊരു പ്രയാസവുമില്ല. അവൻ അബ്ദുൾ സമദിനോട് യാത്ര പറഞ്ഞു. മോതിരത്തിലെ ജിന്നിനെ വിളിച്ചു. ജിന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, എനിക്കിന്ന് കെയ്റോയിലെത്തണം. ഉടനെ ധംബോലി ജൂദാറിനെ ചുമലിലെടുത്ത് ഈജിപ്തിലേക്ക് പറന്നു. വീട്ടുപടിക്കൽ യജമാനെ ഇറക്കിയിട്ട് ഭൂതം മറഞ്ഞു. ദീർഘകാലം പിരിഞ്ഞിരുന്ന മകനെ കണ്ടപ്പോൾ അമ്മ സന്തോഷം കൊണ്ട് കണ്ണീർ വാർത്തു. മൂത്ത പുത്രന്മാർ ജയിലിലാണെന്നും സഞ്ചികൾ രണ്ടും കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ജൂദാർ മോതിരം തിരുമ്മി. ഉത്തരവ് കാത്തുനിന്ന ജിന്നിനോട് രാജാവ് കാരാഗൃഹത്തിൽ അടച്ചിട്ടുള്ള തന്റെ 2 സഹോദരന്മാരെയും ഉടനെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. സഹോദരന്മാർ കാരാഗൃഹത്തിലെ തണുത്ത അറയിൽ വിറങ്ങലിച്ചു കിടക്കുകയായിരുന്നു. പട്ടിണിയും
ഇടയ്ക്കിടെ അനുഭവിക്കേണ്ടി വരുന്ന മർദ്ദനവും അവരെ മൃതപ്രായരാക്കിയിരുന്നു. പൊടുന്നനെ അവർ കിടന്നിരുന്ന നിലം പിളർന്ന് ഒരു ഭയങ്കരൻ മുകളിലേക്ക് വരുന്നത് കണ്ട് രണ്ടുപേരും മോഹാലസ്യപ്പെട്ടു. കണ്ണു തുറന്നപ്പോൾ സ്വന്തം വീട്ടിൽ കിടക്കുന്നതായും അമ്മയും സഹോദരനും അടുത്തിരുന്ന് ശുശ്രൂഷിക്കുന്നതായും കണ്ട് അത്ഭുതപ്പെട്ടു. ജൂദാറിനെ കണ്ട് അവർ ഏങ്ങലടിച്ചു കരയാൻ തുടങ്ങി. കരയരുത്, ചെകുത്താന്റെ പ്രേരണയാണ് ഇതിനെല്ലാം കാരണം. എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല. കുറ്റം പൊറുക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് ജൂദാർ പറഞ്ഞു. പ്രിയ സഹോദര, ഞങ്ങൾക്ക് മാപ്പു തരൂ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. അവർ പശ്ചാത്തപിച്ചു. രാജാവ് നിങ്ങളെ ഉപദ്രവിച്ചോ? ജൂദാർ ചോദിച്ചു. ദിവസേന തല്ലിച്ചതയ്ക്കുമായിരുന്നു. നമ്മുടെ 2 സഞ്ചികളും കൊട്ടാരത്തിലാണ്. അത് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ജൂദാർ മോതിരത്തിലെ ഭൂതത്തിനെ വിളിച്ചു വരുത്തി ആജ്ഞാപിച്ചു. ദംഭോലി, രാജാവിന്റെ ഖജനാവിലുള്ളതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോരണം. അവിടെ 2 സഞ്ചികളുണ്ട്. അതും എടുക്കാൻ മറക്കരുത്. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് സഞ്ചികളും പണത്തിന്റെയും രത്നങ്ങളുടെയും ഭാണ്ഡങ്ങളുമായി ഭൂതം മടങ്ങി വന്നു. ഖജനാവിൽ ഇനി ഒന്നും ശേഷിച്ചിട്ടില്ല എന്നറിയിച്ചു. മന്ത്രശക്തിയുള്ള സഞ്ചി ജൂദാർ പ്രത്യേകം സൂക്ഷിച്ചു. മറ്റുള്ളവയുടെയെല്ലാം മേൽനോട്ടം അമ്മയെ ഏൽപ്പിച്ചു. അടുത്തതായി ജൂദാർ ഭൂതത്തോട് പറഞ്ഞു, എനിക്കൊരു കൊട്ടാരം പണിയണം. ഒരു നാട്ടിലും അതുപോലെ മനോഹരമായ ഒരെണ്ണം ഉണ്ടാവരുത്. അത്രയ്ക്ക് ആകർഷകമായിരിക്കണം. രാജാക്കന്മാർക്ക് പോലും അത് കണ്ടാൽ അസൂയ തോന്നണം. നാളെ നേരം പുലരുമ്പോൾ പണി പൂർത്തിയായിരിക്കണം. കൽപ്പന പോലെ എന്ന് പറഞ്ഞ് ഭൂതം മറഞ്ഞു. പ്രഭാതത്തിനു മുമ്പ് ശൂന്യതയിൽ നിന്ന് ഒരു അത്ഭുത മാളിക ഉയർന്നു വന്നു. രാവിലെ ഭൂതം വന്ന് ജൂദാറിനോട് പറഞ്ഞു, പ്രഭോ, പണി തീർന്നു. ജൂദാർ അമ്മയോടും സഹോദരന്മാരോടുമൊത്ത് കൊട്ടാരം ചുറ്റി നടന്നു കണ്ടു. അതിന്റെ ശില്പഭംഗി കണ്ട് അവർ അത്ഭുതം കൂറി. അന്നു തന്നെ അമ്മയോടും സഹോദരന്മാരോടുമൊത്ത് ജൂദാർ അവിടേക്ക് താമസം മാറ്റി. എന്നിട്ട് ഭൂതത്തെ വിളിച്ചു പറഞ്ഞു, എനിക്ക് കുറെ അടിമകളെ വേണം. കൂടാതെ എന്റെ അടിമകൾക്കും എന്റെ അമ്മയ്ക്കും എന്റെ സഹോദരന്മാർക്കും എനിക്കും വസ്ത്രങ്ങൾ കൊണ്ടുവരണം. നിമിഷ നേരത്തിനുള്ളിൽ അടിമകളെയും പട്ടുകുപ്പായങ്ങളുടെ കൂമ്പാരവുമായി ദംഭോലി വന്നു. പുത്തനുടുപ്പുകളിട്ട് ഒരു രാജാവിനെ പോലെ ജൂദാർ പുതിയ കൊട്ടാരത്തിലെ സ്വർണ്ണ സിംഹാസനത്തിലിരുന്നു. സഹോദരന്മാർ മന്ത്രിമാരെ പോലെ അയാളുടെ പാർശ്വങ്ങളിൽ നിലയുറപ്പിച്ചു. രാജാവിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരൻ രാവിലെ ജോലിക്കെത്തി വാതിൽ തുറന്നപ്പോഴാണ് അവിടെ ശൂന്യമാണെന്ന് കണ്ടത്. വില പിടിച്ച രത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും അവ സൂക്ഷിച്ചിരുന്ന വലിയ പെട്ടികളോടൊപ്പം അപ്രത്യക്ഷമായിരുന്നു. അയാൾ നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് രാജാവിനെ വിവരമറിയിച്ചു. തിരുമനസ്സേ, രാത്രി കള്ളന്മാരെല്ലാം മോഷ്ടിച്ചുകൊണ്ടുപോയി. രാജാവ് ക്രുദ്ധനായി. ആരെവിടെ? രാജാവിന്റെ കൊട്ടാരത്തിൽ തസ്കര സംഘമോ എന്നാക്രോശിച്ചു. മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും വന്നു. ഇന്നലെ വൈകുന്നേരം കതക് പൂട്ടിയപ്പോൾ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പൂട്ടുകൾ തുറക്കാതെയാണ് എല്ലാം അപഹരിക്കപ്പെട്ടിട്ടുള്ളത്, സൂക്ഷിപ്പുകാരൻ പറഞ്ഞു. അവിടെയുണ്ടായിരുന്ന 2 സഞ്ചികളും പോയോ? രാജാവ് ചോദിച്ചു. പോയി തിരുമേനി. രാജാവിന്റെ മനസ്സിൽ ചില സംശയങ്ങൾ തോന്നാതിരുന്നില്ല. ഉടനെ സദസ്സ് വിളിച്ചുകൂട്ടി. ആർക്കെങ്കിലും എന്തെങ്കിലും തെളിവ് നൽകാനുണ്ടോ എന്നാരാഞ്ഞു. ജൂദാറിന്റെ അയൽവാസിയായ ഉദ്യോഗസ്ഥൻ, അവന്റെ സഹോദരന്മാരെക്കുറിച്ച് വിവരം നൽകിയവൻ പറഞ്ഞു, ഇന്നലെ രാത്രി അടിയന്റെ വീടിനടുത്ത് ഒരു വലിയ കൊട്ടാരം ഉയർന്നിരിക്കുന്നു. ഒരു രാത്രി കൊണ്ട് ഇത്ര മനോഹരമായ കെട്ടിടം എങ്ങനെ ഉണ്ടായെന്ന് അറിഞ്ഞുകൂടാ. അടിയൻ പലരോടും ചോദിച്ചു. ഈയിടെ അയൽനാട്ടിൽ പോയിട്ട് വന്ന ഉമറിന്റെ മകൻ ജൂദാറിന്റെ വകയാണത്രേ അത്. അവന്റെ 2 സഹോദരന്മാരും ജയിൽ മോചിതരായെന്നും പറയുന്നത് കേട്ടു. ആരവിടെ? ആ തെമ്മാടികൾ കൽത്തുറുങ്കിലുണ്ടോ എന്ന് നോക്കി വരുവിൻ, രാജാവ് കൽപ്പിച്ചു. 2 പേരും അവിടെ നിന്നും കടന്നു കളഞ്ഞുവെന്ന് കേട്ടപ്പോൾ രാജാവിന് തീർച്ചയായി. അവരുടെ സഹോദരൻ ജൂദാർ തന്നെയാണ് ആ പ്രതി. അവൻ തന്നെയാണ് സഞ്ചികൾ കൊണ്ടുപോയതും. മന്ത്രി, ഒരു അമീറിനെയും 50 ഭടന്മാരെയും അയച്ച് അവനെ പിടിച്ചുകെട്ടി എന്റെ മുന്നിൽ ഹാജരാക്കണം എന്നുത്തരവിട്ടു.
അത് കേട്ട് മന്ത്രി പറഞ്ഞു, തിരുമനസ്സുകൊണ്ട് പൊറുക്കണം. ഇത് സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഒരു രാത്രി കൊണ്ട് ഒരു കൊട്ടാരം പണിയാൻ കഴിവുള്ളവന് മറ്റാരെയെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് തന്ത്രപൂർവം വേണം ഇത് കൈകാര്യം ചെയ്യാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ എന്താണ് വേണ്ടതെന്ന് പറയൂ. നമുക്ക് ജൂദാറിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാം. സ്നേഹപൂർവം അവനെ ചോദ്യം ചെയ്ത് വിവരം ശേഖരിക്കാം. അവൻ ബലവാനാണെങ്കിൽ കൗശലം കൊണ്ട് നേരിടണം, ദുർബലനാണെങ്കിൽ ശക്തി കൊണ്ടും. ശരി, അവനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവാ. മന്ത്രി ഉത്മാൻ എന്നു പേരായ ഒരു അമീറിനെയാണ് ജൂദാറിന്റെ സമീപത്തേക്ക് അയച്ചത്. മഹാരാജാവ് ഒരു വിരുന്നിന് ക്ഷണിക്കുന്നുവെന്ന് അറിയിക്കാൻ പറഞ്ഞു. അവനെ കൂട്ടിക്കൊണ്ടല്ലാതെ വരരുത് എന്നും നിർദ്ദേശിച്ചു. അഹങ്കാരിയും ബുദ്ധിശൂന്യനുമായിരുന്നു ഉത്മാൻ. അയാൾ ജൂദാറിന്റെ കൊട്ടാരത്തിൽ ചെന്നു. ഒരു ഷണ്ടൻ പുറത്തെ വാതിലിന് സമീപം മനോഹരമായൊരു ചൂരൽ കസേരയിൽ ഇരിക്കുന്നത് കണ്ടു. അവൻ അമീറിനെ നോക്കുകയോ അവിടെ നിന്നും അനങ്ങുകയോ ചെയ്തില്ല. 50 ഭടന്മാരോടൊപ്പം എത്തിയ തന്നെ ഈ അടിമ ബഹുമാനിക്കുന്നില്ലല്ലോ എന്നയാൾ വിചാരിച്ചു. ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു, എടോ കറുമ്പ, നിന്റെ യജമാനെവിടെ? കൊട്ടാരത്തിലുണ്ട്. ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കാതെ ഷണ്ടൻ പറഞ്ഞു. മാന്യന്മാരോട് ഇങ്ങനെയാണോടാ പെരുമാറുന്നത്? ഉത്മാൻ ഉത്കടമായ രോഷത്തോടെ കയ്യിലിരുന്ന വടിയോങ്ങിക്കൊണ്ട് അവന്റെ അടുത്തു ചെന്നു. ഷണ്ടൻ ആ വടി പിടിച്ചു വാങ്ങി ഉത്മാനെ പൊതിരെ തല്ലി. യജമാന്റെ സഹായത്തിനെത്തിയ 50 ഭടന്മാരെയും തല്ലിച്ചതച്ചു. അവരുടെ വാൾ പിടിച്ചു വാങ്ങി. 10-20 പേരെ അരിഞ്ഞു വീഴ്ത്തി. ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. മുദ്രമോതിരത്തിന്റെ അടിമയും കാവൽക്കാരനുമായ ജിന്നാണ് ഷണ്ടന്റെ രൂപത്തിൽ ജൂദാറിന്റെ കൊട്ടാരം സൂക്ഷിപ്പുകാരനായി നിന്നിരുന്നത്. ഇതൊന്നും അറിയാതെ ഭടന്മാർ കൊട്ടാരത്തിൽ ചെന്ന് സങ്കടം പറഞ്ഞു. രാജാവ് ദേഷ്യം കൊണ്ട് വിറച്ചു. ഒരു ഷണ്ടനോട് എതിർക്കാൻ 50 പേർ പോരെന്നോ? എങ്കിൽ 100 പോരാളികൾ പോകട്ടെ. 100 പേർ പോയി. മണിക്കൂറുകൾക്കുള്ളിൽ അവർ തോറ്റുമടങ്ങി. ഉടനെ 200 പോരാളികളെ അയച്ചു. അവരും പരാജയപ്പെട്ടെന്ന് കേട്ടപ്പോൾ 500 ഭടന്മാരോടൊപ്പം മന്ത്രി നേരിട്ടു പോകാൻ രാജാവ് കൽപ്പിച്ചു. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകാം, മന്ത്രി പറഞ്ഞു. മന്ത്രി ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു വെളുത്ത നീളൻ കുപ്പായവും രുദ്രാക്ഷമാലയും അണിഞ്ഞ് ജൂദാറിന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു. വാതിൽക്കൽ ചെന്ന് കാവൽക്കാരനായ ഷണ്ടനെ വണങ്ങി. ഹേ മനുഷ്യ, നിങ്ങൾക്ക് എന്തു വേണം? ഷണ്ടൻ ചോദിച്ചു. മനുഷ്യ എന്നുള്ള സംബോധന കേട്ടപ്പോൾ അതൊരു ഭൂതമാണെന്ന് മന്ത്രിക്ക് മനസ്സിലായി. ഭയന്ന് വിറച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, ജൂദാർ യജമാനൻ അകത്തുണ്ടോ? അദ്ദേഹം കൊട്ടാരത്തിലുണ്ട്. ഷംസൽ ദൗള രാജാവ് ജൂദാർ യജമാനു വേണ്ടി ഒരുക്കുന്ന വിരുന്നിന് ക്ഷണിക്കാൻ മന്ത്രി വന്നു നിൽക്കുന്നുവെന്ന് അദ്ദേഹത്തോട് പറയാമോ? നിങ്ങൾ എവിടെ നിൽക്കണം, ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞ് ഭൂതം പോയി. ഭൂതം ജൂദാറിനോട് രാജഭടന്മാരെ താൻ അടിച്ചോടിച്ചെന്നും ഇപ്പോൾ മന്ത്രി വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. മന്ത്രിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ജൂദാർ നിർദ്ദേശിച്ചു. സിംഹാസനത്തിലിരുന്ന ജൂദാറിനെ കണ്ടപ്പോൾ മന്ത്രി അത്ഭുതപ്പെട്ടു. തന്റെ രാജാവിന്റെ സിംഹാസനത്തിനേക്കാൾ മനോഹരമായ സിംഹാസനമാണ്. വിലപിടിച്ച പരവതാനികളാണ് നിലത്ത് വിരിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ദിനാർ വിലമതിക്കാവുന്ന ആഡംബര വസ്തുക്കളാണ് അവിടെ നിരത്തിയിരിക്കുന്നത്. ജൂദാറിനെ രാജാവ് വിരുന്നിനു ക്ഷണിക്കുന്നുവെന്നറിയിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ഭൂതത്തെ വിളിച്ചു വരുത്തി മനോഹരമായൊരു കുപ്പായം സമ്മാനിച്ചാണ് മന്ത്രിയെ ജൂദാർ യാത്രയയച്ചത്. ഒരു സാധാരണക്കാരൻ രാജാവിനെ വിരുന്നിനു ക്ഷണിക്കുന്നു എന്ന് കേട്ടപ്പോൾ രാജാവ് അട്ടഹസിച്ചു. അത്രയ്ക്കായോ അവന്റെ ഒരു വിരുന്ന്? ഒരു വലിയ സൈന്യവുമായി രാജാവ് ജൂദാറിന്റെ മാളിക ലക്ഷ്യമാക്കി പുറപ്പെട്ടു. രാജാവും സൈന്യവും വരുന്നത് ദൂരെ നിന്ന് കണ്ട ജൂദാർ ഭൂതത്തെ വിളിച്ചു പറഞ്ഞു, എനിക്കൊരു സൈന്യം വേണം, രാജാവിന്റെ സൈന്യത്തെക്കാൾ മികച്ചത്. മനുഷ്യരുടെ രൂപത്തിലുള്ള ഭടന്മാർ മുറ്റത്തണിനിരക്കണം. ആജാനുബാഹുക്കളും ആയുധധാരികളുമായ ഭടന്മാർ അണിനിരന്ന സേനാവ്യൂഹത്തെ കണ്ട് രാജാവ് അമ്പരന്നു. പഞ്ചപുച്ഛമടക്കി ജൂദാറിന്റെ മുന്നിൽ ചെന്ന് വണങ്ങി. അല്പനേരം ജൂദാർ രാജാവിനെ അവഗണിച്ചു. കുറച്ചു കഴിഞ്ഞ് ചോദിച്ചു, നിരപരാധികളെ ഉപദ്രവിക്കാൻ
നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? സാധുക്കളെ കൊള്ളയടിക്കുന്നതാണോ രാജ്യഭരണം? രാജാവ് മാപ്പു പറഞ്ഞു. അള്ളാഹു അങ്ങയോട് പൊറുക്കട്ടെ എന്ന് പറഞ്ഞ് ജൂദാർ രാജാവിനെ അടുത്തിരുത്തി ബഹുമാനിച്ചു. രാജാവിനു വേണ്ടി ജൂദാർ ഗംഭീരമായ വിരുന്നൊരുക്കി. മന്ത്രശക്തിയുള്ള സഞ്ചിയുള്ളതുകൊണ്ട് വിരുന്നിലെ വിഭവങ്ങൾക്ക് പഞ്ഞമില്ലല്ലോ. രാജാവും ജൂദാറും ഉറ്റ സ്നേഹിതന്മാരായിട്ടാണ് അന്നു യാത്ര പറഞ്ഞത്. ജൂദാറിന്റെ പ്രതാപം രാജാവിന്റെ മനസ്സിൽ ഭയത്തിന്റെ വിത്തുപാകി. അയാൾ എന്റെ രാജ്യം ആക്രമിച്ച് കീഴടക്കിയാലോ, എന്നെ കൊന്നിട്ട് രാജാവായാലോ എന്നൊക്കെയുള്ള സംശയങ്ങൾ മന്ത്രിയോട് പറഞ്ഞു. മന്ത്രി ഉപദേശിച്ചു. അതിനൊരു വഴിയുണ്ട്. അങ്ങയുടെ മകളെ ജൂദാറിന് വിവാഹം ചെയ്തു കൊടുക്കൂ. രാജകുമാരി സുന്ദരിയാണെങ്കിലും ജൂദാറിനേക്കാൾ നല്ലൊരു വരനെ രാജകുമാരിക്ക് ലഭിക്കാൻ പ്രയാസമാണ്. അതൊരു നല്ല ആശയമാണെന്ന് രാജാവ് സമ്മതിച്ചു. കൊട്ടാരത്തിലെ ഒരു വിരുന്നിന് ജൂദാറിനെ ക്ഷണിച്ചു. വിരുന്നിനിടയ്ക്ക് രാജകുമാരിയെ കാണാൻ ജൂദാറിന് സൗകര്യമുണ്ടാക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ രാജകുമാരിയിൽ അനുരക്തനായി. അങ്ങനെ രാജാവിന്റെ ഇംഗീതം നടന്നു. രാജകുമാരിയും ജൂദാറും തമ്മിലുള്ള വിവാഹം അത്യാഡംബരപൂർവ്വം നടന്നു. കുറെ നാൾ കഴിഞ്ഞ് രാജാവ് മരിച്ചപ്പോൾ സൈന്യം ജൂദാറിനെ രാജാവായി വാഴിച്ചു. ജൂദാർ രാജാവ് തന്റെ സഹോദരന്മാരെ മന്ത്രിമാരായി നിയമിച്ചു. അവർ 3 പേരും സുഖമായി സമാധാനമായി 1 കൊല്ലം ജീവിച്ചു. അതെ, 1 കൊല്ലം മാത്രം. 1 വർഷം കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ സഹോദരൻ രണ്ടാമനോട് പറഞ്ഞു, ഇതിനൊരവസാനമില്ലല്ലോ. എന്നും നമ്മൾ 2ാം സ്ഥാനത്താണ്. ജൂദാർ ജീവിച്ചിരിക്കുന്നിടത്തോളം നമുക്ക് അധികാരം ലഭിക്കുമെന്ന മോഹം വേണ്ട. അവനെ കൊന്ന് സഞ്ചിയും മോതിരവും സ്വന്തമാക്കാമെങ്കിൽ നമുക്കും രാജാവാകാം. രണ്ടാമൻ അതിനോട് യോജിച്ചു. ശരിയാണ്, പക്ഷേ ഒരു പ്രതിവിധി നീ തന്നെ കണ്ടെത്തണം. നിനക്കാണ് എന്നേക്കാൾ ബുദ്ധിയുള്ളത്. അവനെ കൊല്ലാനുള്ള പദ്ധതി ഞാൻ തയ്യാറാക്കാം. ഞാൻ രാജാവാകും, നീ മന്ത്രിമുഖ്യനും. സഞ്ചിയും മോതിരവും ഞാൻ സൂക്ഷിക്കും. നിനക്കും അതൊക്കെ ഉപയോഗിക്കാൻ തരാം. സമ്മതമാണോ? രണ്ടാമൻ സമ്മതിച്ചു. അന്നു തന്നെ 2 പേരും രാജാവിനെ തങ്ങളോടൊത്ത് അത്താഴം കഴിക്കാൻ ക്ഷണിച്ചു. 2 പേരും ഒന്നിച്ചു ക്ഷണിച്ചതുകൊണ്ട് ഇന്ന് ഒരാളോടും നാളെ മറ്റൊരാളോടും അത്താഴം കഴിക്കാമെന്ന് രാജാവ് പറഞ്ഞു. അങ്ങനെ ഒന്നാമന്റെ കൂടെ അത്താഴം കഴിച്ച ജൂദാർ ഭക്ഷണത്തിൽ ചേർത്തിരിക്കുന്ന കൊടും വിഷം ഉള്ളിൽ ചെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ മരണമടഞ്ഞു. അവൻ ഉടനെ സഹോദരന്റെ കയ്യിലെ മുദ്രാമോതിരം ഊരിയെടുക്കാൻ ശ്രമിച്ചു. പ്രയാസമാണെന്ന് കണ്ട് വിരൽ മുറിച്ച് മോതിരമെടുത്ത് അതിന്റെ കല്ലിൽ തിരുമ്മി ഭൂതത്തെ വരുത്തി. ഭൂതത്തോട് അയാൾ ആജ്ഞാപിച്ചു, എന്റെ 2ാമത്തെ സഹോദരനെ വധിക്കണം. എന്നിട്ട് 2 മൃതദേഹങ്ങളും സൈന്യാധിപന്മാരുടെ മുന്നിൽ കൊണ്ടിടണം. ആജ്ഞയനുസരിക്കാൻ മാത്രം ബാധ്യസ്ഥനായ ഭൂതം രണ്ടാമനെ വധിച്ചു. രാജാവിന്റെയും മന്ത്രിയുടെയും മൃതദേഹം ചുമന്ന് സൈന്യാധിപന്മാർ കൂടിയിരുന്ന സദസ്സിൽ കൊണ്ടിട്ടു. അവർ ഞെട്ടിപ്പോയി. ആരാണ് ഈ പാതകം ചെയ്തത്? ഭൂതത്തോട് അവർ ചോദിച്ചു. ഇവരുടെ 1ാമത്തെ സഹോദരൻ എന്ന് ഭൂതം പറഞ്ഞു. ആ നിമിഷം അവിടെ എത്തിയ ഒന്നാമൻ പ്രഖ്യാപിച്ചു, എന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാതിരിക്കാനാണ് ഞാൻ അവനെ കൊന്നത്. ജൂദാർ മരിച്ചുപോയതുകൊണ്ട് എനിക്ക് മാത്രമാണ് ഇപ്പോൾ രാജാവാകാൻ യോഗ്യതയുള്ളത്. എന്നെ അംഗീകരിക്കാത്തവരെ നശിപ്പിക്കാൻ എന്റെ അടിമയായ ഈ ഭൂതത്തോട് ഞാൻ പറയും. ഭയന്നു വിറച്ച സൈന്യാധിപന്മാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, അങ്ങയെ രാജാവായി ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെ രാജാവായി തീർന്ന ഒന്നാമൻ ന്യായാധിപന്മാരെ വിളിച്ചു വരുത്തി. മരിച്ചുപോയ എന്റെ സഹോദരന്റെ ഭാര്യ അസിയയെ ഞാൻ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ തെറ്റില്ല, പക്ഷേ നിയമപ്രകാരം 4 മാസവും 10 ദിവസവും കഴിഞ്ഞ് വിധവ വിവാഹിതയാകാൻ പാടുള്ളൂ, ന്യായാധിപന്മാർ സൂചിപ്പിച്ചു. അത്തരം നിയമങ്ങളൊന്നും എനിക്ക് ബാധകമല്ല. ഇന്നു രാത്രി തന്നെ അവളെ എന്റെ കിടപ്പറയിൽ എത്തിക്കണം എന്ന് കൽപ്പിച്ചപ്പോൾ ഉടനെ വിവാഹം നടത്തിക്കാൻ ന്യായാധിപന്മാർ നിർബന്ധിതരായി. ഇതറിഞ്ഞ് അസിയ രാജകുമാരി പറഞ്ഞു, വരട്ടെ. സഹോദരപത്നിയുടെ സാമീപ്യം കൊതിച്ചു വന്ന മണവാളിനെ അസിയ സന്തോഷം നടിച്ചു സ്വീകരിച്ചു. കുടിക്കാൻ 1 കപ്പ് സർബത്ത് നൽകി. അത് കുടിച്ചു തീർന്ന ഉടനെ അയാളുടെ ശരീരം ഛിന്നഭിന്നമായി പോയി.
അത്രയ്ക്ക് കടുത്ത വിഷമായിരുന്നു അതിൽ കലർത്തിയിരുന്നത്. അസിയ അവന്റെ മൃതദേഹത്തിൽ നിന്നും മുദ്രാമോതിരം ഊരിയെടുത്ത് തല്ലിപ്പൊട്ടിച്ചു. മാന്ത്രിക സഞ്ചി വലിച്ചു കീറി. ഇനി ഒരിക്കലും അവ ദുർവിനിയോഗം ചെയ്യാൻ ഇടവരരുത്. പുതിയ ഒരു രാജാവിനെ തെരഞ്ഞെടുക്കാൻ രാജ്ഞി ന്യായാധിപനോടും സേനാനായകന്മാരോടും അഭ്യർത്ഥിച്ചു. ഇതാണ് ജൂദാർ എന്ന മുക്കുവനെയും സഹോദരന്മാരെയും കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള കഥ. ഷഹർസാദ് കഥ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു.